ഇന്നത്തെ എപ്പിസോഡ് ഡോണ്ട് ഗിവ് അപ്പ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മീഡിയ പേഴ്സണാലിറ്റി ആൻഡ് ആൻ ഓണ്ടർപ്രനർ രഞ്ജിനി മാം. വെൽക്കം മാം. താങ്ക് യു. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഡോണ്ട് ഗിവ് അപ്പ് എന്നുള്ളതാണ്. അതിന് നമുക്കൊന്ന് തിരിച്ചു ചിന്തിക്കാം. വൈ ഷുഡൻറ്റ് വി ഗിവ് അപ്പ്? എന്തുകൊണ്ട് നമ്മൾ ഗിവ് അപ്പ് ചെയ്യാതിരിക്കണം? ഈ ഗിവിങ് അപ്പ് എന്ന് പറയുന്നൊരു കാര്യം തന്നെ നമ്മൾക്ക് മതിയാവുന്ന ഒരു അവസ്ഥയിൽ നമുക്കിനി ഒന്നും ചെയ്യാനില്ല, അങ്ങനെ ഒരു അവസ്ഥയിലാണല്ലോ നമ്മൾ എന്തും ഗിവ് അപ്പ് ചെയ്യുക. ഓടി തളർന്നു കഴിയുമ്പോൾ ഇനി ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നിയാൽ ആ ഓട്ടം നിർത്തും. അല്ലെങ്കിൽ ജീവിക്കാൻ ഇനി ഒരു സാധ്യതയും എൻ്റെ മുന്നിൽ ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ജീവിതം വേണ്ടാന്ന് വയ്ക്കും. അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് സാധാരണ ഗിവിങ് അപ്പ് എന്ന് പറഞ്ഞാൽ ഗിവ് അപ്പ് ചെയ്യുക എന്ന് പറയാം. പക്ഷേ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഗിവ് അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എത്ര വലിയ കാര്യങ്ങൾക്കും പരിഹാരം ഉണ്ട്. അത് നമ്മൾ എങ്ങനെയാണ് ലൈഫിനെ കാണുന്നത് എന്ന് അനുസരിച്ചിരിക്കും. അതുകൊണ്ട് ഗിവ് അപ്പ് ചെയ്യാതിരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതെങ്ങനെ നമ്മൾ ചെയ്യാതിരിക്കും? ഇങ്ങനെ ഞാൻ പറഞ്ഞുതരാം. ചില ആൾക്കാർ നമ്മുടെ കരിയറിൽ ഭയങ്കര സക്സസ്ഫുൾ ആയിരിക്കും. അവർക്ക് ഗോൾസ് ഉണ്ടാവും, അവർക്ക് ടു ഡു ലിസ്റ്റ് ഉണ്ടാവും, അവർക്ക് എന്തൊക്കെ കരിയറിൽ എവിടെയൊക്കെ എത്തണം എന്ന് ക്ലിയർ ഐഡിയ ഉണ്ടാവും. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ദെയർ പേഴ്സണൽ ലൈഫ് അവർ ചിലപ്പോൾ ഒരു പരാജയമായിരിക്കാം. വൈ കാൺട്ട് ദേ ഡു ആ കരിയറിൽ അവർ ചെയ്യുന്ന ആ കോമ്പറ്റൻസ് എന്തുകൊണ്ട് ഇപ്പുറത്ത് കൊണ്ടുവരാൻ പറ്റുന്നില്ല? വൈ ഡു ദേ ഗിവ് അപ്പ് ദെയർ? ഇതിൻ്റെ കാരണം പലപ്പോഴും ഇപ്പം നമ്മളൊക്കെ കരിയർ ഉള്ള സ്ത്രീകളാണ്, അല്ലേ? സ്ത്രീകളോ പുരുഷന്മാരോ പല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. നമുക്ക് ലൈഫിൽ ബാലൻസിങ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരവാണ് ഞാൻ പറയുന്നത്. ഗിവ് അപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ബ്രോഡർ സ്പെക്ട്രത്തിൽ നിന്നിട്ടല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ കരിയറിലോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫിലോ നന്നായി പോകുന്നവർ എന്തുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ ചിലരൊക്കെ തോറ്റുപോകുന്നു? നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില ഉദാഹരണങ്ങൾ എന്തുകൊണ്ടെന്നുള്ള റീസൺ നമുക്കറിയില്ല, ചിലതിൻ്റെയൊക്കെ നമുക്ക് റീസൺ അറിഞ്ഞിട്ടുമുണ്ട്. ഇത് പലപ്പോഴും ലൈഫിനെയും പ്രൊഫഷനെയും പേഴ്സണൽ ലൈഫിനെയും പ്രൊഫഷനെയും ബാലൻസിങ്ങിൻ്റെ ഒരു തകരാറാണ് അതിൽ സംഭവിക്കുന്നത്. അപ്പോൾ പ്രൊഫഷണൽ ലൈഫ് എന്ന് പറയുന്നത് അതിന് രണ്ടും വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻ്റ് ആയിട്ട് തന്നെ രണ്ടും രണ്ടായി തന്നെ കാണണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് എൻ്റെ ഫാമിലി, ഹസ്ബൻഡും മക്കളും ഉണ്ട്. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് മീഡിയ, സുഹാന പറഞ്ഞതുപോലെ മീഡിയയാണ്. അപ്പോൾ മീഡിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് കുഡ് ബി 24/7. ഞാൻ ചാനലുകളിൽ ജോലി ചെയ്യുന്ന സാറ്റലൈറ്റ് ചാനലിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ എൻ്റെ കീഴിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഷൂട്ട് ഇതുപോലെ രാത്രിയാവാം. ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയം നോക്കൂ. ഒരു സാധാരണ ഒരു വീട്ടമ്മയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ 8 മണിക്കോ 9 മണിക്കോ 10 മണിക്കോ ഷൂട്ടിന് പോവുക അല്ലെങ്കിൽ പുറത്ത് പോയി ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പക്ഷേ ചില ജോലികൾ നേഴ്സുമാരുടെ, ഇപ്പം ഇഷ്ടംപോലെ ജോലികൾ സ്ത്രീകൾ രാത്രി പുറത്ത് പോയി ജോലിയുണ്ട്. അപ്പോൾ നമ്മളുടെ ജോലിയുടെ പ്രത്യേകതയും നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് രണ്ടും രണ്ടായി തന്നെ കാണണം. വീടിനെ ഒരിക്കലും ജോലി സ്ഥലത്തേക്ക് കൊണ്ടുവരരുത്. ജോലി സ്ഥലത്തുള്ള പ്രഷേഴ്സും അല്ലെങ്കിൽ ടെൻഷനും അല്ലെങ്കിൽ ഇഷ്യൂസും പലതും ഉണ്ടാവാം, അത് വീട്ടുകളിലേക്കും കൊണ്ടുപോകരുത്. ഇതിൻ്റെ ബാലൻസിങ്ങിൻ്റെ ഒരു കുഴപ്പം കൊണ്ട്, ബാലൻസിങ് ഇല്ലാത്തത് കൊണ്ട് പലരും ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് മാറും. ഈ സ്ട്രെസ് മാനിഫെസ്റ്റ് ചെയ്യുന്ന പല രീതിയിലാണ്. അത് എൻ്റെ ഒപ്പം ഇന്ന് ചിലപ്പോൾ ഐ എം ഗിവിങ് അപ്പ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് പോകാം, അല്ലെങ്കിൽ ഡെസൊല്യൂഷൻഡ് ആയിട്ട് ഒറ്റപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവാം. ഇതൊക്കെ സ്വന്തമായിട്ടൊരു ബാലൻസിങ് വേണം എല്ലാ കാര്യങ്ങളിലും. അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം ഫോൺ ഉള്ളത് കൊണ്ട് തന്നെ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ വർക്കിലിരിക്കുമ്പോഴും വിളി വരും. വർക്കിലിരിക്കുന്ന സമയത്ത് വർക്കിൻ്റെ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ എത്തിക്കഴിഞ്ഞിട്ടും നമുക്ക് ചിലപ്പോൾ മാനേജ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഡൈനാമിക്സ് ഉള്ള ആൾക്കാർക്ക്, ഇപ്പം വർക്ക് ഫ്രം ഹോം ഉള്ളവർ അവരെ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ തന്നെ ഐ തിങ്ക് എവറി പ്രൊഫഷൻ ഹാസ് ദാറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെ ആ ഒരു സംഭവം സെപ്പറേറ്റ് ആക്കി? ഞാൻ പറയുന്നത് ഇപ്പം ഞാൻ എൻ്റെ ഫോണ് 24/7 ഓണാണ് എപ്പോഴും. അതിന് സെവറൽ റീസൺസ് ആർ ദർ. കാരണം ഐ എം എൻ ഓൺട്രപ്രണർ, ഐ എം എ മീഡിയ പേഴ്സൺ, ഐ എം ഇൻ ടു ക്രിയേറ്റീവ് റൈറ്റിംഗ്, പല തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട, ആക്ടിങ് ഒക്കെ ചെയ്യേണ്ട. അപ്പോൾ എവിടെ നിന്നാണ് കോൾ എപ്പോൾ വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ വീട്ടിനകത്തുള്ള സമയത്ത് നമ്മളൊരു ക്വാളിറ്റി ടൈം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. ഇപ്പോൾ മേ ബി നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, ഹസ്ബൻഡും കുട്ടികളുടെ കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോൾ വരുമ്പോൾ നമ്മൾ ആ ഭക്ഷണം അവിടെ നിർത്തി വെച്ചിട്ട് എഴുന്നേറ്റ് പോയി പിന്നെ 1 മണിക്കൂർ സംസാരിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ ആ ഒരു വിഷയം കൊണ്ട് തന്നെ അവിടെ അന്നത്തെ രാത്രി ചിലപ്പോൾ എന്തെങ്കിലും
പിണക്കങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ അപ്പോൾ അതിനെ പാച്ചപ്പ് ചെയ്യാൻ പറ്റണം. ഉം. യു ക്യാൻ ടെൽ യുവർ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളോടോ അല്ലെങ്കിൽ വീട്ടിൽ ആരാ കൂടെ ഉള്ളതെന്ന് വെച്ചാൽ അവരോട് നമുക്ക് നമ്മുടെ ജോലി എന്താണ് എന്നുള്ളത് അവരും മനസ്സിലാക്കണം. ഉം. നമ്മൾ ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ മൾട്ടി ടാസ്കിങ് അല്ല ഞാൻ പറയുന്നത്. ഇൻഫാക്റ്റ് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു തിങ്കിങ് പാറ്റേൺ വെച്ചിട്ട്, പണ്ട് ഞാനതൊക്കെ വലിയ കാര്യമെന്ന് വിചാരിച്ചിരുന്നു. ബട്ട് നൗ ഐ റിയലൈസ് ദാറ്റ് മൾട്ടി ടാസ്കിങ് ചെയ്യേണ്ട ആവശ്യമില്ല. നിവൃത്തിയില്ലാതെ നമ്മൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. Okay. എങ്കിൽ പോലും നമ്മളതിനെ ബാലൻസ് ചെയ്തിട്ട് നമ്മുടെ പ്രഷേഴ്സ് ഇന്നതൊക്കെയാണ് നമ്മുടെ പ്രശ്നമെന്ന് നമ്മുടെ കൂടെയുള്ളവരോട് നമുക്ക് ഷെയർ ചെയ്യാം. Okay. അപ്പോൾ കുറേയൊക്കെ അവർ മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കുന്ന ആളുകളുടെ കൂടെ നമ്മൾ ഇരിക്കാൻ പറ്റണം. ഉം. 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 അല്ലാതെ ഉണ്ടെങ്കിൽ പലപ്പോഴും റിലേഷൻഷിപ്പ് ടോക്സിക്കായി മാറും. ഉം. ഈ ടോക്സിസിറ്റി കൂടി വരുന്ന സമയത്ത് അതിങ്ങനെ കൂടിക്കൂടി വരില്ലാതെ That you want to give up on the relationship. അപ്പോഴാണ് ആ. അത് മതി, ഇനി എനിക്ക് വയ്യ. ഉം. ഉം. പിന്നെ ചിലർ പറയണ കേട്ടിട്ടുണ്ട്, പ്രത്യേകിച്ചും പ്രൊഫഷണൽസ് ആയിട്ടുള്ള സ്ത്രീകൾ, ഇപ്പോൾ ഇതുപോലെയുള്ള ജോലികൾ ചെയ്യുന്നവരാവാം, അവർക്ക് 9 to 5 കഴിഞ്ഞിട്ട് എല്ലാം കട്ട് ഓഫ് ചെയ്ത് വീട്ടിൽ വന്നിരിക്കാൻ പറ്റില്ല. ഉം. 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 ഓക്കെ, അങ്ങനെയുള്ള ജോലികളുള്ളവർ ലക്കി. അല്ലാത്തവർ ഈ പറഞ്ഞു എനിക്ക് ഫാമിലിയും ലൈഫൊന്നും പറ്റില്ല എന്ന് ചിലർ പറയാറുണ്ട്. ഉം. ഉം. അങ്ങനെയൊന്നുമല്ല. അത് നമ്മൾ എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു പാർട്ട്ണറുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളോട്, ഇപ്പോൾ വീട്ടമ്മ ജോലിയുള്ള സ്ത്രീകളാണെങ്കിൽ മക്കളുണ്ടെങ്കിൽ മക്കളോട് പറയാം. ഇപ്പോൾ നല്ല ഡോക്ടേഴ്സ് ഫോർ എക്സാമ്പിൾ, ഒരു ഗൈനക്കോളജിസ്റ്റ് ഏത് സമയവും ഹോസ്പിറ്റലിൽ വിളിച്ചാൽ പോകേണ്ടി വരും അല്ലേ. അതെ, അതെ, അപ്പോൾ അതെ. ആ വീട്ടിലുള്ള കുട്ടികൾ സഫർ ചെയ്യുന്നു എന്നല്ല, ആ കുട്ടികൾ അഭിമാനത്തോടു കൂടി ചിന്തിക്കണം. ഉം. ഉം. ഇപ്പം ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നു ഈ നേരത്തെ, ഇപ്പോൾ രാത്രിയാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ കുറേ ദിവസം കഴിഞ്ഞ് ഇന്ന് വീട്ടിലെത്തുന്നത്. അപ്പോൾ എൻ്റെ മകൻ വീട്ടിലുണ്ട്. അപ്പോൾ ഹി ക്യാൻ തിങ്ക്, ഇന്നാണ് അമ്മ ഇത്രയും ദിവസം കഴിഞ്ഞ് വന്നേ, ഉം. എന്നിട്ട് അമ്മ ഇപ്പം തന്നെ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ അമ്മ പോവുകയാണ്. ഉം. ഉം. അവന് പിണങ്ങാം. പക്ഷെ അവനോട് ഇപ്പം ഞാൻ പറയും, അതെ അമ്മയ്ക്ക് ഇന്നത് പോകേണ്ട ആവശ്യമുണ്ട്, യുവർ അമ്മ ഈസ് ബീങ് ഇൻ്റർവ്യൂഡ്, അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റിന് പോയിരിക്കുമ്പോൾ യു ഷുഡ് ബി പ്രൗഡ് ഓഫ് ദാറ്റ് ഉം. ഉം. എന്ന് പറഞ്ഞാൽ അവന് ഓക്കെ. അപ്പം ഇന്ന് ഡിന്നർ നമ്മൾ ഒന്നിച്ചില്ലെങ്കിലും ഉം. ഇറ്റ് ഈസ് ഓക്കെ എന്ന് മനസ്സിലാവും. ഉം. ഉം. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ഒരു വിഷയത്തിനെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് അതിനകത്ത് മോർ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മളൊരു വിഷയത്തിനെ നോക്കിക്കാണുന്ന ഒരു ആംഗിളിൽ നിന്ന് ആലോചിക്കുകയാണെങ്കിൽ എന്തൊക്കെ സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ദാറ്റ് യു ഓക്കെ ഐ ഡോണ്ട് ഹാവ് ടു ഗിവ് അപ്പ് എന്നുള്ളൊരു സംഭവം വരുന്നത്? സുഹാന, എനിക്ക് തോന്നിയിട്ടുള്ള ലൈഫിൽ എൻ്റെ ഇത്രയും വർഷത്തെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഉം. ഉം. സ്വന്തമായിട്ട് ഉണ്ടാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. ലൈഫിൽ എല്ലാ മനുഷ്യർക്കും വേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ. ഫസ്റ്റ് ഇസ് നല്ല ബന്ധങ്ങൾ. റിലേഷൻഷിപ്പിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഒരു മനുഷ്യ ജീവിതത്തിൽ ഉം. നമ്മൾ കൊടുക്കണ്ടേ. അത് അച്ഛൻ, അമ്മ, മക്കള്, അല്ലെങ്കിൽ ഭർത്താവ്, ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട്, വാട്ട് എവർ, എന്ത് ബന്ധവും ആയിക്കോട്ടെ, ബന്ധങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. രണ്ടാമത്തെ കാര്യം, ബന്ധങ്ങൾ മോശമായി കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ വാക്കിലേക്ക് എത്തും, ചിലപ്പോൾ ഗിവ് അപ്പ് ചെയ്യും. ഉം. രണ്ടാമത്തെ കാര്യം അക്സെപ്റ്റൻസ് ആണ്. ഉം. ഉം. ലൈഫിൽ ഈ റിലേഷൻഷിപ്പിൻ്റെ തന്നെ ഒരു ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെ സൊസൈറ്റിയും ഫാമിലിയും നമ്മുടെ വേണ്ടപ്പെട്ടവരും നമ്മുടെ ചുറ്റുമുള്ളവരും കൊലീഗ്സും എല്ലാവരും നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു കുഞ്ഞു കാര്യത്തിൽ പോലും നമ്മളായിട്ട് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്കൊരു ബോധ്യം വന്നാൽ യു വിൽ നെവർ ഗിവ് അപ്പ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ആരോഗ്യം. പലപ്പോഴും എല്ലാം ഉണ്ടായിട്ടും ആരോഗ്യം ഇല്ലാതായി പോയാൽ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രോണിക് ഡിസീസ് വന്നു, തകർന്ന് ഇനി എനിക്ക് വയ്യ എന്ന് ചിന്തിച്ചിട്ട് ചിലർ ഗിവ് അപ്പ് ചെയ്യും. പക്ഷേ അതിനും ഒരു സിൽവർ ലൈനിങ് ലൈഫിൽ ഉണ്ടാവാം, ഇതിൽ നിന്ന് മാറ്റം വരാം എന്നുള്ളൊരു പ്രതീക്ഷ. ആ പ്രതീക്ഷ ചിലപ്പോൾ ചിലർക്ക് ഈശ്വരനായിരിക്കാം, ചിലർക്ക് ആരെങ്കിലും കൊടുക്കുന്ന സപ്പോർട്ട് സിസ്റ്റം ആയിരിക്കാം, ഫാമിലിയോ കൂട്ടുകാരോ ഒക്കെ കൊടുക്കുന്ന അതായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും നമ്മൾ ചിലപ്പോൾ ഗിവ് അപ്പ് ചെയ്യും. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് മണിയാണ്. പണം എന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഇന്നത്തെ പണ്ടുള്ളവർ, ഞങ്ങളുടെയൊക്കെ വളരെ ചെറുപ്പത്തിൽ, ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ പേരൻസ് നമ്മളോട് പറയും പണമല്ലാട്ടോ ഏറ്റവും വലുത്, മറ്റു പല വാല്യൂസും ജീവിതത്തിലുണ്ട്. ഡെഫിനറ്റ്ലി അതുണ്ട്. പക്ഷേ പണത്തിന് പഴയ തലമുറ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. പണത്തിലും വലുതാണ് മറ്റു പലതെന്ന് പറഞ്ഞു. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഈ സൊസൈറ്റിയിൽ നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പണവും ആവശ്യമാണ്. ഇപ്പം എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ ഇതൊക്കെയാണ് പഠിച്ചത്. അതുകൊണ്ട് ഈ 4 കാര്യങ്ങളും നമുക്ക് സ്മൂത്ത് ആണെങ്കിൽ യു വിൽ നെവർ ഗിവ് അപ്പ്. ഓക്കെ. ഓക്കെ. ചില ആൾക്കാർ
വളരെ മോട്ടിവേറ്റിംഗ് ആയിരിക്കും അവരുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ. അവരുടെ കാണുമ്പോൾ തന്നെ എനിക്ക് സക്സസ്ഫുൾ ആവണമെന്ന് തോന്നൂടാ എന്നൊക്കെ ഉള്ള രീതിക്ക് പറയുന്ന കുറച്ച് ആൾക്കാർ അവർ ചിലപ്പോൾ ഗിവപ്പ് ചെയ്തു. അതെന്തുകൊണ്ടായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ടോ? അതെ, നമ്മളിപ്പോൾ നമ്മളെ ബോളിവുഡിലെ ആക്ടർ ഉണ്ടല്ലോ സുശാന്ത് സിംഗ് രാജ്പൂട്ട്. അദ്ദേഹം എത്ര നല്ല ആക്ടർ, എത്ര സുന്ദരനായ ചെറുപ്പക്കാരൻ, ഇത്രയൊക്കെ ചെയ്തിട്ട് അവസാനം എന്തുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ എന്ന് പറയുന്നു എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. അതേപോലെ പല ആൾക്കാരും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, നമ്മൾ യു ഹാവ് ടു ലവ് യുവർ സെൽഫ്, യു ഹാവ് ടു ബി ട്രൂത്ത്ഫുൾ ടു യുവർ സെൽഫ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് ആദ്യം നമ്മൾ പറയും കോൺഫിഡൻസ് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് എല്ലാവരെയും പഠിപ്പിക്കാറുണ്ട്. എല്ലാവരെയും സ്നേഹിക്കണം എന്ന് പറയും, നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാവണം ജോലി ചെയ്യാനും എന്ത് കാര്യം ചെയ്യാമെന്ന് പറയും. പക്ഷേ നിങ്ങളെ സ്നേഹിക്കണം എന്ന് പലപ്പോഴും ആരും പറഞ്ഞു കൊടുക്കാറില്ല. അത് എങ്ങനെയെന്ന് പോലും അറിയില്ല. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ സുഹാന ഇങ്ങോട്ട് വന്നു, യു ആർ എ ഗുഡ് ലുക്കിംഗ് ഗേൾ, ബ്യൂട്ടിഫുൾ ഗേൾ. ഐ ഹവ് ഓൾവേസ് എന്താ പറയുക, ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ട്, നല്ല സുന്ദരമായ ഒരാളാണ്, കാഴ്ചയിൽ അതിസുന്ദരിയാണെന്ന് പറയും. ഞാനിത് പറഞ്ഞപ്പോൾ സുഹാനിക്ക് സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എല്ലാ ദിവസവും രാവിലെ നമ്മൾ എഴുന്നേറ്റ് കുളിച്ചു പുറത്തിറങ്ങുന്നതിന് മുമ്പ് വാട്ട് ഓൾ തിങ്സ് യു ഡു ഫോർ യുവർ സെൽഫ്. നിങ്ങൾ കണ്ണാടിയിൽ നോക്കി തലമുടി ചീകി, അല്ലെങ്കിൽ വേണമെങ്കിൽ മേക്കപ്പ് ഇട്ടു, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്താ പറയുക പ്രസൻറ്റബിൾ ആക്കി മാറ്റും നിങ്ങളെ. ഒരു വൃത്തിയുള്ള ഉറങ്ങിക്കിടക്കുന്ന വേഷത്തിൽ ഒരിക്കലും നമ്മൾ ഇറങ്ങി പുറത്തു പോകാറില്ല, അൺലെസ് ആൻഡ് അൺടിൽ അങ്ങനെ ഒരു ആവശ്യം വന്നാലേ പോകുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പ്രസൻറ്റബിൾ ആയിട്ടേ പോകുള്ളൂ. വൈ ബിക്കോസ് വി ടേക്ക് റെസ്പോൺസിബിലിറ്റി. 2-3 കാര്യങ്ങൾ. ബിക്കോസ് വി വോണ്ട് ടു പ്രസൻറ്റ് അവർ സെൽസ് ഇൻ ഫ്രണ്ട് ഓഫ് ദി സൊസൈറ്റി ആസ് പ്രസൻറ്റബിൾ. ഓക്കെ, അപ്പം നമ്മളെ സ്നേഹിക്കാതെ, നമ്മളെപ്പറ്റി ഒരു ബോധം, നമ്മുടെ ഫിസിക്കിനെ പറ്റിയോ നമ്മളെ പറ്റിയോ നമ്മുടെ മുഖത്തിനെ പറ്റി ഒരു ബോധം, ആരോഗ്യത്തെ പറ്റി ഒരു ബോധവും ഇല്ലെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് പല്ല് തയ്ക്കുമോ? ഇല്ല. നമ്മൾ ദിവസവും കുളിക്കുമോ? നമ്മൾ നല്ല വസ്ത്രം ധരിക്കുമോ? നമ്മൾ മേക്കപ്പ് ചെയ്യുമോ? അപ്പോൾ നല്ല ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുമോ? ഇതൊക്കെ നമ്മളോടുള്ള ഇഷ്ടമാണ് നമ്മൾ അൺനോയിങ്ലി ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ നോയിങ്ലി ഡെവലപ്പ് ചെയ്യണം. ദാറ്റ് യു ഹാവ് ടു പാറ്റ് ഓൺ യുവർ ഷോൾഡർ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഡേ. നീ ആള് കൊള്ളാം, കുഴപ്പമില്ല എന്നെപ്പോൾ പറയാറുണ്ട്? ആരെങ്കിലും പറയാറുണ്ടോ? പറയുന്നവർ രക്ഷപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ പറയാത്തവരാണ് പ്രശ്നം. അതായത് അവരവരോട് തന്നെ നീ മിടുക്കിയാണ്, നീ കൊള്ളാം, നീ ആള് കൊള്ളാം, നിനക്കിതൊക്കെ പറ്റുന്നുണ്ടല്ലോ, അപ്പോൾ ഇനി നീ നന്നായി വരണം എന്ന് സ്വയം എല്ലാവരും അവരവരോട് തന്നെ പറയാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കുഞ്ഞു കാര്യങ്ങളാവട്ടെ വലിയ കാര്യങ്ങളാവട്ടെ, ഈ കാര്യങ്ങളിൽ നമുക്ക് തന്നെ ആത്മാഭിമാനത്തോടു കൂടി പറയാൻ പറ്റണം, ഐ എം ഗുഡ്, ഞാൻ ചെയ്യുന്നുണ്ട് എന്ന്. അത് നിങ്ങൾ മേക്കപ്പ് ഇട്ട് പുറത്തിറങ്ങുന്ന പോലെ നല്ല വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുന്നത് പോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ വ്യക്തിത്വത്തിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ആ വ്യക്തിത്വമാണോ നമ്മുടേത്? ദാറ്റ് ഓൾസോ മാറ്റേഴ്സ്. അപ്പോൾ അവിടെ നമ്മൾ ട്രൂത്ത്ഫുൾ ആയിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. നമ്മളോട് തന്നെ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കുക, നമ്മുടെ മനസ്സാക്ഷി. അതെ. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഹൈഡ് ചെയ്യുന്നുണ്ടോ? എങ്കിലും അങ്ങനെ ഹൈഡ് ചെയ്യുന്നത് എന്തിനാണ്? നമുക്കിത് ഷെയർ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ഷെയർ ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഷെയർ ചെയ്യുന്നതല്ലേ നല്ലത്. നമ്മുടെ പ്രശ്നങ്ങൾ ഇതിനെ എങ്ങനെയെങ്കിലും കഴിച്ചെടുക്കാൻ പറ്റുമോ? ആരോടും ഒന്നും പറയാതിരിക്കുകയും സ്വയം വിലമതിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഗിവപ്പ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നമ്മളെ തന്നെ സ്നേഹിക്കുക, നമ്മളോട് സത്യസന്ധമായിരിക്കുക, നമ്മൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമ്മൾ ഭക്ഷണം കഴിക്കണ പോലെ തന്നെ നമ്മുടെ സോളിനും, ഇൻ ദ സെൻസ് നമ്മുടെ മനസ്സിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. മാഡം ഇപ്പോൾ പറഞ്ഞതൊക്കെ ഒരു ഡെയിലി ഹാബിറ്റ്സിൽ വരുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുകയും സ്വയം സ്ട്രോങ് ആണെന്ന് വിശ്വസിക്കുകയും ഞാൻ ഒരു കാര്യം വന്നാൽ ഡീൽ ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസും ഉള്ള ആൾക്കാർ ചിലപ്പോൾ ലൈഫ് ഈസ് വെരി അൺപ്രഡിക്റ്റബിൾ. എന്തെങ്കിലും ഒരു വലിയ സിറ്റുവേഷൻ വന്ന് അങ്ങ് തകർന്നു പോകുന്നത് നമ്മൾ ഒരുപാട് കാണാറുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇപ്പോൾ കടന്നു പോകുന്ന ആൾക്കാരോട് മാഡം എന്ത് പറയും? വാട്ട് ടു ഡു ടു നോട്ട് ഗിവ് അപ്പ്? ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ലൈഫിന് ഞാൻ ഒരുപാട് ഇവിടെ പറയാൻ വിചാരിക്കുന്നില്ല, പക്ഷേ എങ്കിലും ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നുകൊണ്ട് ഐ ആം ഫോഴ്സ്ഡ് ടു സേ ദാറ്റ്. ഇപ്പോൾ ഇങ്ങനെയൊരു സിറ്റുവേഷൻ എനിക്കും ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ. കുറച്ചൊക്കെ എൻ്റെ കൂട്ടുകാർക്കും മീഡിയ പേഴ്സണാലിറ്റീസിനും ഒക്കെ അറിയാം, ഇൻഡസ്ട്രിയിലുള്ളവർക്ക് കുറച്ച് പേർക്കറിയാം, അധികം പേർക്ക് അറിയില്ല. ഞാൻ അറിയാലോ, ഒരു കഴിഞ്ഞ ഒരു 26 years ആയിട്ട് മീഡിയയിൽ
എനിക്ക് തോന്നുന്നു സുഹാനയുടെ ഏജിനേക്കാൾ കൂടുതൽ കാലം ഞാൻ മീഡിയയിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഐ വാസ് ആക്റ്റീവ്, പലതരത്തിലും ആക്റ്റീവായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഓൾ ഓഫ് എ സഡൻ ഞാൻ ഈ പറഞ്ഞ പോലെ എന്നെ ഞാൻ പാറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ചില സമയത്ത് നമുക്ക് വേറെ പല കാരണങ്ങളെ കൊണ്ട് നമുക്കൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടാവാം. മേ ബി ഞാൻ എൻ്റെ ആരോഗ്യം അത്ര കണ്ട് ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആൻഡ് മൾട്ടി ടാസ്കിങ് പാടില്ല എന്ന് ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എൻ്റെ ലൈഫ് തന്നെയാണ്. ഐ വാസ് ടേക്കിംഗ് എന്താ പറയുക ടൂ മെനി പ്രോജക്ട്സ് മാത്രമല്ല ഓവർലോഡായി പല കാര്യങ്ങളും ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം എനിക്കൊരു സ്ട്രോക്ക് വന്നു. സ്ട്രോക്ക് വന്നു പറഞ്ഞാൽ സിവിയറായിട്ട് തന്നെ വന്നു. ലക്കിലി ഞാൻ എറണാകുളത്ത് ഉള്ള സമയത്ത്, എൻ്റെ ഹോം ടൗൺ ആണ്, ഇവിടെ ഉള്ള സമയത്താണ് വന്നതെന്നുള്ളത് കൊണ്ടും എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഉള്ളപ്പോഴാണ് എനിക്ക് വന്നതെന്നുള്ളൂ. ഐ വാസ് അറ്റൻഡിങ് എ പ്രോഗ്രാം. ഇമ്മീഡിയറ്റ്ലി ഐ വാസ് ഷിഫ്റ്റഡ് ടു ഹോസ്പിറ്റൽ. ഇവിടെ റെനെ മെഡിസിറ്റിയിൽ ഷിഫ്റ്റ് ചെയ്തു. ഇറ്റ് സോ ഹാപ്പൻ ദാറ്റ് അവിടുത്തെ ഡോക്ടറും അതിൻ്റെ ഓണറും ഒക്കെ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. ഹി കുഡ് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഐ വാസ് ഇൻ ICU. പെട്ടെന്ന് തന്നെ ഡയഗ്നോസ് ചെയ്തു സ്ട്രോക്കാണ്, ബ്രെയിൻ സ്റ്റെമ്മിനെയാണ് എഫക്റ്റ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് സൈഡ് പാരാലിസിസ് ആയിട്ടുണ്ട്. സ്പീച്ച് ഗോഡ് സ്ലേർഡ്, ഒന്നും വ്യക്തമല്ല പറയുന്നത്. അതുപോലെ തന്നെ മുഖമൊക്കെ ഒരു സൈഡിലേക്ക് പോയി. അങ്ങനെ ടോട്ടൽ കൊളാപ്സ്ഡ് ആണ്. ആ സാഹചര്യത്തിൽ ഓഫ് കോഴ്സ് ഫാമിലിയിലുള്ളവർ വല്ലാതെ പേടിക്കുമല്ലോ, എല്ലാവരും പേടിച്ചു പോയി. ചിലരൊക്കെ വിചാരിച്ചു ഇതോടുകൂടി രഞ്ജിനി മേനൻ എന്ന് പറയുന്ന വ്യക്തിയെ പോയി. അപ്പോൾ ഇറ്റ്സ് ട്രൂ ദാറ്റ് ആ ഒരു ഫ്യൂ അവേഴ്സ് എനിക്ക് ആ ഒരു ഗോൾഡൻ അവേഴ്സിൽ തന്നെ എനിക്ക് ത്രോംബലൈസ് ചെയ്ത് ഇഞ്ചക്ഷനൊക്കെ കിട്ടി. പക്ഷേ ഐ വാസ് ഷിഫ്റ്റഡ് ടു ICUവിൽ നിന്ന് ഒരു 48 hours എനിക്ക് റൂമിലേക്ക് വരാൻ പറ്റി. പക്ഷെ ഞാൻ പറയുന്ന ആ ICUവിൽ കിടക്കുന്ന ഫ്യൂ അവേഴ്സിൽ എനിക്ക് ലൈഫ് എന്താണെന്നുള്ളത്, ഈ നമ്മുടെ മാഡ് റഷ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, ആ മാഡ് റഷ് അല്ല ജീവിതം. ഇന്ന് ഞാനിവിടെ ഇരുന്ന് ഇത് പറയാൻ ഐ എം എന്താ പറയുക യോഗ്യയാണ്. മേ ബി ഈ ഒരു സംഭവത്തിന് മുമ്പാണ് എന്നെ ഇതുപോലൊരു പോഡ്കാസ്റ്റിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ഞാനത് പറയാനുള്ള യോഗ്യത എനിക്ക് ഇല്ല എന്ന് പറയും, അല്ലെങ്കിൽ ഇപ്പോഴാണ് കൂടുതൽ യോഗ്യത വന്നതെന്ന്. അപ്പോൾ തിരിച്ച് ICUവിൽ നിന്ന് വന്ന സമയത്ത് ICUവിൽ ഉള്ളപ്പോൾ തന്നെ നമുക്കറിയാം ICUവിൽ ഒരു ദിവസം കിടന്നു കഴിഞ്ഞാൽ യു വിൽ റിയലൈസ് വാട്ട് ലൈഫ് ഈസ്. ലൈഫ് എന്ന് പറയുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. You started showing gratitude towards every single minute you are on this planet, no, ഈ earth. അപ്പോൾ നമ്മളുടെ ഓരോ നിമിഷത്തിനും നമ്മൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പലതിനെയും വേണ്ട രീതിയിൽ ഗൗനിക്കാറില്ല, വേണ്ട ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല, അതിൽ നന്ദി ഉണ്ടാവാറില്ല. നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു, ബുദ്ധിമുട്ട്, ശരീരത്തിന് പെയിനൊന്നും ഇല്ലാതെ ഇവിടെ ഇരിക്കാൻ പറ്റുന്നു, വെറുതെ നടക്കാൻ പറ്റുന്നു, കാണാൻ പറ്റുന്നു, കേൾക്കാൻ പറ്റുന്നു. ഈ ശരീരത്തിലെ ഈ പറഞ്ഞ എല്ലാ എലമെൻസിനെയും വെച്ചിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും, പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ ചെവി, കണ്ണ്, മൂക്ക്, വായ, സ്കിൻ ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ വെച്ച് നമുക്ക് ലൈഫിനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു സമയം ഞാൻ കുറച്ച് സമയം അതിൽ കിടന്നപ്പോഴാണ് എൻ്റെ കൈ അനക്കാൻ പറ്റുന്നില്ല, മനസ്സ് വർക്ക് ചെയ്യുന്നുണ്ട് കുറേയൊക്കെ മുഴുവനല്ല, കൈ അനക്കാൻ പറ്റുന്നില്ല, കാലനക്കാൻ പറ്റുന്നില്ല, ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് സംസാരിക്കാൻ, ഞാൻ പറയുന്ന ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല, എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല, വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. റെയിൽസ് ട്യൂബിലേക്ക് കൂടിയാണ് വെള്ളം, അല്ലെങ്കിൽ എനിക്ക് എന്നെ ജീവൻ നിലനിർത്താനുള്ള ഇത് തരുന്നത്. ശരീരത്തിൽ ആകമാനം എന്താ പറയുക, പലവിധ, ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞ കുറേ വയറുകൾ ഘടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. യു ആർ കോൺഷ്യസ് യെറ്റ് യു ആർ നോട്ട് ഏബിൾ ടു മൂവ്, യു ആർ നോട്ട് ഏബിൾ ടു സ്പീക്ക്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക ജീവിതം എന്ന് പറയുന്നതിന് എത്രത്തോളം നമ്മൾ നന്ദി ഉണ്ടാവണം ഓരോ നിമിഷത്തിനും. അവിടെ കിടന്നിട്ടാണ് ഞാൻ മരണം കണ്ടു എൻ്റെ മുന്നിൽ, വേറൊരു പേഷ്യൻ്റ് മരിക്കുന്നത് ഞാൻ കണ്ടു. ഇതേപോലെ അവസ്ഥയിൽ തൊട്ടടുത്ത് കിടക്കുന്നവരുടെ പ്രോബ്ലം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത, ഞാൻ എൻ്റെ ആംഗ്യ ഭാഷയിൽ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എൻ്റെ ഇടത് സൈഡ് കൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്,
ഇങ്ങനൊരു സാഹചര്യം വരേണ്ടി വന്നു എനിക്ക് മനസ്സിലാക്കാൻ കുറേയൊക്കെ. അതിനു മുമ്പ് കുറച്ചൊക്കെ അറിയായിരുന്നു, പക്ഷെ അതിൻ്റെ തീവ്രത എനിക്ക് മനസ്സിലാവാൻ ഇങ്ങനൊരു അവസരം വേണ്ടി വന്നു. തിരിച്ച് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സും പറഞ്ഞു, ഡോക്ടേഴ്സിനും അത്ഭുതമായിരുന്നു, ഇത്ര പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റ് നടക്കുമെന്നൊന്നും വിചാരിച്ചില്ല. അപ്പോൾ ഇറ്റ്സ് എ മിറാക്കിൾ എന്ന് പറഞ്ഞു. മിറാക്കിൾ എന്നുള്ള വാക്കിൻ്റെ ഒപ്പം എനിക്ക് കൂട്ടി വായിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഇറ്റ്സ് യുവർ മൈൻഡ് പവർ വിച്ച് ഡിസൈഡ്സ് വെദർ നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കുമോ ഇല്ലയോ എന്നുള്ളത്. കുറേയൊക്കെ പലപ്പോഴും ക്യാൻസർ പേഷ്യൻസൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കറിയുന്ന പലരും ഈ പറഞ്ഞതുപോലെ ഇനി 6 മാസം ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ 6 വർഷവും 16 വർഷമൊക്കെ ജീവിച്ചവരുണ്ട്. അപ്പോൾ അത് എന്ത് കാര്യത്തിനെയും കുറേയൊക്കെ നമുക്ക് മനസ്സുകൊണ്ട് തീരുമാനിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയത്. അതിൽ ഏറ്റവും പ്രധാനം നമ്മളെ ഓരോ സിംഗിൾ മൊമെൻറ്റിനും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക. ആ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ പിന്നെ അതിൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവും, ഇല്ലേ? മനസ്സിലായി. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരാള് മാഡം പറയുന്നത് ഹാവ് ദ മൈൻഡ് പവർ ടു ഗോ ത്രൂ ഇറ്റ്. അതിനപ്പുറം വേറെ എന്താ പറയുക, ഷോർട്ട് കട്ട്സ് ഒന്നും എടുക്കാതെ അതിൻ്റെ ഉള്ളിലൂടെ തന്നെ പോയി അപ്പുറം ഒന്ന് കണ്ട് then the life is more beautiful that way. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു സ്ട്രോക്ക് ആവാന്ന്, ഇപ്പോൾ ഒരു സൂയിസൈഡ് ചെയ്യാനായിട്ട് ശ്രമിച്ച ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൽ നിന്ന് ആ നിമിഷം അവരെ പിന്തിരിപ്പിക്കാനോ അവരെ പാസിഫൈ ചെയ്യാനോ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നീട് അവർ ഒരിക്കലും ആത്മഹത്യയിലേക്ക് പോകില്ല. അപ്പോൾ അത്രയും ഒരു ബ്ലോ കിട്ടേണ്ടി വരുന്നുണ്ട് അവർക്ക് അത് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈ സൂയിസൈഡ് ദി അൾട്ടിമേറ്റ് ഗിവിങ് അപ്പ് ആണല്ലോ, ഉറപ്പായിട്ടും ആണല്ലോ. എനിക്ക് ഒരു നിമിഷം എനിക്കിനി ഇവിടെ വേണ്ട, ഞാൻ എന്തിനും ഇങ്ങനെ ഒരു എൻറ്റിറ്റി ആയിട്ട് ഇവിടെ ഇരിക്കുന്നതെന്ന് ചിന്തിക്കുന്നതാണ് അതിൽ തെറ്റ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷൻ്റെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇപ്പോഴത്തെ നിങ്ങളെപ്പോലെയുള്ളവരെ അഡ്മയർ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളുടെ എന്താ പറയുക, എന്തും റിസ്ക് എടുക്കാനുള്ള ഒരു മനസ്സ്, ടൈം ബൗണ്ട് അല്ലാതെ എന്തും ചെയ്യാനുള്ള ആറ്റിറ്റ്യൂഡ്, ഏറ്റവും ഭംഗിയായി നടക്കണം എന്ന് ചിന്തിക്കുന്ന ആ ഒരു ഈസ്തെറ്റിക്, ഇതൊക്കെ ഞങ്ങൾ പഴയ ജനറേഷൻ എന്ന് പറയുന്നവർ അഡ്മയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ചെറിയ ചെറിയ കാര്യങ്ങൾ മതി ഇപ്പോഴത്തെ ജനറേഷൻ വീണു പോവാൻ. ചെറിയ കാര്യങ്ങൾ നിസ്സാര, ചിലപ്പോൾ ഫ്രണ്ടുമായിട്ടുള്ളൊരു പിണക്കം, അല്ലെങ്കിൽ ഒരു ജോബ് നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുന്നത്, പെട്ടെന്ന് പൈസ ഇല്ലാതാവുന്നു, ഇതൊക്കെ നിസ്സാര ഇതൊന്നും വലിയ കാര്യങ്ങളല്ല. ഇതൊക്കെ നമ്മളെന്താ പറയുക, സമയമൊക്കെ മാറി വരും എന്ന് പറയില്ലേ, ഈ സമയവും കടന്നു പോകും ഇല്ലേ, അങ്ങനെയൊക്കെ ഒരു ടാഗ് ലൈൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു സമയം കടത്തി വിടാൻ നമുക്ക് പറ്റിയാൽ നമ്മൾ ഗിവ് അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. മനസ്സിലായി. മാനസികമായിട്ട് ഇങ്ങനെ പിരിമുറുക്കം വരുമ്പോഴാണ് നമ്മൾ ഗിവ് അപ്പ് ചെയ്യാം, ഇതെല്ലാം കളഞ്ഞിട്ട് പോവാം, എനിക്കിനി ഒന്നും വേണ്ട. ചില ആൾക്കാർക്ക് ഫ്രണ്ട്സ് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര പാടാണ്. നമ്മൾ ഇത്തിരി ഔട്ട് ഗോയിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല എന്ന് തോന്നുന്നു. പക്ഷേ ചില ആൾക്കാർക്ക് ഒരാളുടെ അടുത്തൊരു ഹലോ പറയാൻ പോലും ഇത്തിരി ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ നല്ല ഫ്രണ്ട്സ് ഉണ്ടാവണം എന്നില്ല, അവർക്കൊക്കെ നല്ല പിരിമുറുക്കമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വാട്ട് ഡു യു സജസ്റ്റ് ടു നോട്ട് ഗിവ് അപ്പ്? ആ ഒരു ക്വാളിറ്റി റിലേഷൻഷിപ്സ് ഉണ്ടായിരിക്കും, പക്ഷെ ഒന്ന് വിളിച്ച് എടാ എന്നൊന്ന് വിളിക്കാൻ മടിയുള്ളവരാണ്. കുറച്ച് എന്താ പറയാ, ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ. ഈ പലപ്പോഴും ഈ റിസർവ്ഡ് ആവുന്നു, ഇൻട്രോവേർട്ട് ആവുന്നതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. അവരുടെ അപ്ബ്രിങ്ങിങ്, കുട്ടിക്കാലത്ത് അവർ വളർന്നു വന്നതോ അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങളോ ഒക്കെ ആയിരിക്കാം അവരെ കുറേയൊക്കെ അങ്ങനെയാക്കി മാറ്റും. നല്ല ചില ഇൻട്രോവേർട്സ് ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല വായനക്കാരായിരിക്കും, നല്ല ഫോട്ടോഗ്രാഫേഴ്സ് ആയിരിക്കും. അവരേതെങ്കിലും തരത്തിലുള്ള സ്കിൽസ് അവർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. എനിക്കറിയുന്ന പല അങ്ങനത്തെ സുഹൃത്തുക്കളുണ്ട്. അവരങ്ങനെ ഫോൺ വിളിയും നമ്മളെ അന്വേഷിക്കലും വന്ന് കാണലും ഒന്നുമില്ല. 1 കൊല്ലം 2 കൊല്ലമൊക്കെ കൂടുമ്പോഴാണ് ഒന്ന് വിളിച്ചിട്ട് അപ്പോഴും ചുരുങ്ങിയ വാക്കുകളിലേ സംസാരിക്കുള്ളൂ. അപ്പോൾ അവർക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇത്ര ഔട്ട് ഗോയിങ് ആയിട്ട് ആൾക്കാരുടെ ഇടയിൽ പോയി വർത്തമാനം പറയാനൊന്നും അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ, അവരൊരു ലോകം അവർ സൃഷ്ടിക്കണം. ഒന്നും ചെയ്യാൻ ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മളൊരു ഈ പറഞ്ഞ ഒന്നും ചെയ്യാനില്ലാതാവുമ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ എന്ന് പറഞ്ഞ് തകർന്നു പോകുന്നത്. അപ്പം അവർക്ക് അവരുടേതായിട്ടുള്ള ഹോബീസ്, പാഷൻ, ചില സ്കിൽസ് പോളിഷ് ചെയ്യാം. ഈ പറഞ്ഞ പോലെ വായന, യാത്രകള്, സോളോ ട്രിപ്സ് ഒക്കെ ചെയ്യുന്നവരില്ലേ, അവരെല്ലാവരും ഔട്ട് ഗോയിങ് ആൾക്കാരൊന്നും അല്ല.
അപ്പോൾ ഇന്നൊക്കെ എന്തൊക്കെ ഓപ്ഷൻസാണ് ഉള്ളത്. ഇപ്പോൾ ഈ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് സംസാരിക്കുന്ന ക്വാളിറ്റി ജഡ്ജ്മെൻ്റ് ഒക്കെ ഭയങ്കരമായിട്ട് പേടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. സോ അവർക്കൊക്കെ എന്തായാലും ഒരു സൈക്കോളജിക്കൽ ഹെൽപ്പായിരിക്കും ചിലപ്പോൾ വേണ്ടി വരിക. എന്നാലും ദേ ഹാവ് എ ഫയർ, എനിക്ക് ഐ ഡോണ്ട് വോണ്ട് ടു ഗിവ് അപ്പ്, പക്ഷേ എന്നെ അങ്ങോട്ട് തന്നെ എന്തോ പുഷ് ചെയ്യുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഉള്ള ആൾക്കാർക്ക് ഹൗ മച്ച് ദ സൈക്കോളജിക്കൽ ഹെൽപ്പ് will help them? Psychological, they may not go to a psychologist. ഒന്നാമത്തെ കാര്യം. വേറൊരു കാര്യം പറയാം. ഞാൻ സൈക്കോളജി പഠിച്ച ഒരാൾ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് കൂടിയായിരുന്നു. ഞാനിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറയുന്ന ഒരു കൺസ്ട്രെയിൻ തന്നെയാണ്. പലപ്പോഴും ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി 1 മണിക്കൂർ സമയം എന്ന് പറയുമ്പോൾ ഇത്ര എമൗണ്ട് ഫിക്സ് ചെയ്ത് ഫീസ് ഫിക്സ് ചെയ്തിട്ടൊക്കെ അവരുടെയും ടൈം ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ ഈ 1 മണിക്കൂറിനുള്ളിൽ ചിലപ്പോൾ എല്ലാവർക്കും അവരുടെ പ്രശ്നങ്ങൾ പറയാൻ പറ്റില്ല. അടുത്ത സെഷനിലും മുഴുവൻ പറഞ്ഞോളണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എനിക്ക് തോന്നുന്നത് അവരങ്ങനെയാണ്, അവർക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞതുപോലെ വെൻ യു ചൂസ് ഫ്രണ്ട്സ്, അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുക എന്നുള്ളതുണ്ട്. പലപ്പോഴും ഇപ്പോൾ സുഹാന നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റുന്ന ഫ്രണ്ട്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. ഞങ്ങളുടെ പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല. ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവില്ല, കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് സംസാരിച്ച് ഞങ്ങൾക്കൊരു വിഷമം വന്നാൽ, എനിക്കൊരു വിഷമം വന്നാൽ എനിക്ക് ഷെയർ ചെയ്യാനായിട്ട് ഉണ്ടാവും. അങ്ങനെ ഉള്ള ആരെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ അപ്പോൾ എന്ത് വേണം, നമ്മൾ ചൂസ് ചെയ്യുന്ന ആൾക്കാർ കറക്റ്റായിരിക്കണം. മനസ്സിലായി. പക്ഷെ അതും ചിലപ്പോൾ എൻ്റെ മകൾ ചോദിക്കാറുണ്ട്. അവൾ എന്നോട് പറയും എപ്പോഴും, അമ്മയ്ക്ക് ഭയങ്കര ലക്കിയാണ്, അമ്മയ്ക്ക് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒരുപാട് ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ ഈ ജനറേഷനിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അല്ല പല ഫ്രണ്ട്ഷിപ്പും ഉണ്ടാവുന്നത്. അവർ കാണുന്ന ക്രൈറ്റീരിയ, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ എന്താ, നിങ്ങൾ എവിടെ താമസിക്കുന്നു, നിങ്ങളുടെ സ്പെൻഡിങ് കപ്പാസിറ്റി എന്താ. ഇപ്പോൾ പുതിയ ജനറേഷനിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മളെ തിരിച്ചറിയുന്ന 1-2 പേര് നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ ദാറ്റ്സ് വെരി, അപ്പോൾ കുറച്ചും കൂടി എളുപ്പമാവും ജീവിതം. ബ്ലെസ്ഡ് ആണ്. അപ്പോൾ ആ ഒരു പ്രശ്നമാണ് പലപ്പോഴും പലരും അഭിമുഖീകരിക്കുന്നത് ഇന്നത്തെ കാലത്ത്. അപ്പം നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുക, കുറച്ച് സമയം എടുത്തായാലും കണ്ടെത്തുക. ഈ എപ്പോഴും ഈ ഫ്രണ്ട്ഷിപ്പിൽ എന്താണെന്നറിയാമോ, ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കാത്തതിനൊരു കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത്, എല്ലാവരും നമ്മുടെ കാര്യം മാത്രം, യു ഷുഡ് ബി എ ഗുഡ് ലിസണർ ഫസ്റ്റ് ഓഫ് ഓൾ. നിങ്ങൾ ഒരാളെ കേൾക്കാൻ തയ്യാറായാലേ അവർ പറയുള്ളൂ. അപ്പോൾ കേൾക്കാൻ തയ്യാറാണെന്ന് അവർക്ക് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് തോന്നണം. എപ്പോഴും നമ്മളിനി 1 സൈഡഡ് ആയിട്ട് റേഡിയോ പോലെ പറഞ്ഞുകൊണ്ടിരുന്ന അതിന് അപ്പോൾ പിന്നെ, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ട് ഒരു സ്ഥലത്ത് വന്ന് ഡിന്നർ തരാം, ഡിന്നർ കഴിച്ചിട്ട് പോവും, പക്ഷെ അതുകൊണ്ട് ആത്മബന്ധം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മനസ്സിലായി. അപ്പം അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം, ട്രൂ ഫ്രണ്ട്സിനെ കണ്ടെത്തുക എന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തിരിച്ചൊരു പെർസ്പെക്റ്റീവ് നമുക്ക് ആലോചിക്കാം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമല്ലല്ലോ, ചിലപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിന് ഗിവ് അപ്പ് ചെയ്യാറായി, നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും അയാൾക്ക് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ട് നമ്മുടെ ഒരു ഹെൽപ്പ് ചോദിക്കുമ്പോൾ ഹൗ ഡു വി ഹാൻഡിൽ ഇറ്റ്? ഫസ്റ്റ് തിങ്, നമ്മളൊരു ഫ്രണ്ടോ ആരോ ആവട്ടെ, ഏത് തരത്തിലുള്ള ബന്ധമാവട്ടെ, നമ്മൾ വെർബലായിട്ട്, ഇപ്പോൾ 2 ക്ലോസ് ഫ്രണ്ട്സ് തമ്മിൽ വെർബലായിട്ട് എല്ലാ കാര്യങ്ങളും പറയണമെന്നില്ല. ഇപ്പം ഞാനും സുഹാനയും അടുത്ത സുഹൃത്തുക്കളാന്ന് വെക്കുക. സുഹാനയുടെ മുഖം വാടിയാൽ ഞാനത് തിരിച്ചറിയണം. മനസ്സിലായി. സുഹാന പറഞ്ഞിട്ട് വേണ്ട ഞാൻ അറിയാൻ. എൻ്റെ ഉള്ളിലൊരു വിങ്ങലുണ്ടെങ്കിൽ എൻ്റെ ബോഡി ലാംഗ്വേജിലോ അല്ലെങ്കിൽ എൻ്റെ ഒരു നോട്ടത്തിലോ പോലും എന്തെങ്കിലും ഒരു മാറ്റമുണ്ടെങ്കിൽ അത് സുഹാന തിരിച്ചറിയണം. മനസ്സിലായി. അല്ലാതെ എല്ലാം നമുക്കിപ്പോൾ പറഞ്ഞിട്ടാവണം കണ്ടുപിടിക്കണം എന്നില്ല. അതാണല്ലോ എല്ലാ ബന്ധങ്ങളെയും ബ്യൂട്ടിഫുൾ ആക്കുന്നത്, അല്ലേ? മനസ്സിലായി. മാത്രമല്ല ചിലപ്പോൾ ചില അത് ഓരോരുത്തരുടെ കഴിവും കൂടെ അനുസരിച്ചിരിക്കില്ലേ. അത് ചിലപ്പോൾ മാഡത്തിന് കഴിവ് കൂടുതലായിരിക്കും എന്നെ വായിക്കാൻ, പക്ഷെ എനിക്ക് ചിലപ്പോൾ ഞാനതിൽ ആബ്സെന്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതിന് അത്ര വലിയ കഴിവും ഒന്നും ആവശ്യമില്ല. മനുഷ്യർക്ക് എല്ലാവർക്കും ഈ ബന്ധങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള, കുറേയൊക്കെ മനസ്സിലാക്കാനുള്ള, സ്നേഹം തിരിച്ചറിയാത്ത ഏതെങ്കിലും ജീവിയുണ്ടോ സുഹാന? ഒരു പൂച്ചക്കുഞ്ഞാണെങ്കിലും, ഒരു പട്ടിക്കുഞ്ഞാണെങ്കിൽ പോലും, ഒരു അണ്ണാൻ കുഞ്ഞാണെങ്കിൽ പോലും
നമുക്കറിയില്ല അവരുടെ മൈൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഒരു പക്ഷേ മനുഷ്യനെ പോലെ അല്ല. നമുക്ക് മൃഗങ്ങളുടെ സ്നേഹം തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സ്നേഹം ആണ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, സ്നേഹമാണ് ഉള്ളിൽ എങ്കിൽ, ആ സ്നേഹം അങ്ങനെ ഓവർഫ്ലോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ആ സ്നേഹം അപ്പുറത്തെ ഭാഗം റിസീവ് ചെയ്യും. നമ്മളെ തന്നെ റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇത്രയൊക്കെ മതി, കുറച്ച് പതുക്കെ ആവാം ഈ ബന്ധം വലുതാക്കി കൊണ്ടുവരുന്നത് എന്ന് വിചാരിക്കുന്നവരാണ് നമ്മളൊക്കെ. പക്ഷേ ഓപ്പൺ ഹാർട്ടോടുകൂടി നിങ്ങൾ ആളുകളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയാൽ, എന്ന് വെച്ചാൽ സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴും ഇടപെടുമ്പോഴും ഇന്നത്തെ കാലത്ത് സൂക്ഷിക്കണം. അത് എല്ലാം ഓപ്പൺ ആവണം എന്നല്ല പറഞ്ഞേ. നിങ്ങൾ ഓപ്പൺ ആയിട്ടുള്ളൊരു ടൈപ്പ് പേഴ്സൺ ആണ്. ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, എനിക്കെൻ്റെ ലൈഫിൽ എനിക്ക് അങ്ങനെ ശത്രുതയുള്ള ഒരാളുമില്ല. ചില സാഹചര്യങ്ങളിൽ ചിലർ ചിലപ്പോൾ നമ്മളോട് മോശമായി പെരുമാറിയിട്ടുണ്ടാവാം, നമ്മളും ചിലപ്പോൾ പെരുമാറിയിട്ടുണ്ടാവാം. പക്ഷേ നമ്മൾ ആ ഒരു ഗ്രഡ്ജും റിട്ടും ഉള്ളിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാലുണ്ടല്ലോ, നമ്മൾ തന്നെ അഴുക്കായി മാറും നമ്മുടെ മനസ്സ്. ആ അഴുക്കായ മനസ്സുകൊണ്ടാണ് പിന്നെ നമ്മൾ എല്ലാം സസ്പീഷനാവും. അവരങ്ങനെയായിരിക്കും, ഇവരങ്ങനെയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളതൊന്നുമില്ലാതെ നമ്മൾ ഓപ്പൺ മനസ്സോടുകൂടി സ്നേഹം നിറച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിസീവ് ചെയ്യാൻ ആളുണ്ടാവും ഇഷ്ടം പോലെ. പക്ഷേ കൃത്യം പാത്രം അറിഞ്ഞ് വിളമ്പണം എന്ന് പറഞ്ഞ പോലെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി അങ്ങ് വെറുതെ ഇടരുത്. അത് ആവശ്യമുള്ളിടത്താണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഞാൻ വേറൊരു സോണിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. സാധാരണ കല്യാണം കഴിക്കുന്ന കുറച്ച് യങ് ആയിട്ട് കല്യാണം കഴിച്ച സ്ത്രീകൾ കുറച്ചുകൂടെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കുറച്ച് ഫ്രീ ടൈം, കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയമൊക്കെ ആകുമ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആൻഡ് അലോങ് ദ വേ ദേ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇത് ഇത്തിരി പാടാണ്, ഇത് ഫിഗർ ഔട്ട് ചെയ്യാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്, വിചാരിച്ച ഡ്രീംസ് വിചാരിച്ചത്ര സ്പീഡിൽ നടക്കണമെന്നില്ല, ആൻഡ് ദേ ഫീൽ ലൈക്ക് ഗിവിങ് അപ്പ്. അങ്ങനെയുള്ള വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ അവരോട് എന്താ പറയാനുള്ളത്? ടോട്ടലി ഡിഫറെന്റ് ജോണറിലൂടെ ഒരു ചോദ്യമാണ് ഇത്. എന്തോ സുഖാന മനസ്സിൽ വെച്ചിട്ട് ആർക്കൊക്കെയോ വേണ്ടി ചോദിച്ചൊരു ചോദ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. Am I right? അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമുക്കറിയാം നൈക എന്ന് പറഞ്ഞൊരു ബ്യൂട്ടി പ്രോഡക്റ്റ് അറിയാലോ, നമ്മളൊക്കെ ഉപയോഗിക്കുന്നത്. നൈകയുടെ ഫൗണ്ടർ ഒരു സ്ത്രീയാണ്, അവര് ഫാൽഗുനി. അപ്പോൾ ഫാൽഗുനി നയ്യാർ. അപ്പോൾ ഫാൽഗുനി നയ്യാർ 50 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഇങ്ങനൊരു സംഗതി തുടങ്ങിയത് അല്ലേ. അപ്പോൾ അവര് ഷീ വാസ് എ ബാങ്കർ അല്ലേ, ഈ ഒരു മാനേജ്മെന്റ് ഗ്രാജുവേറ്റ് ആണ് അവര് 50 വയസ്സ് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു കാര്യം തുടങ്ങിയിട്ട് അവർക്ക് വിജയിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഏത് പ്രായത്തിൽ എന്താ ചെയ്തുകൂടാത്തത്? അങ്ങനെ ഒരു എന്താ പറയാ, എനിക്ക് ചെറുപ്പത്തിൽ ചെയ്യാൻ പറ്റിയില്ല. ചിലർ ഫോർ എക്സാമ്പിൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, പഠിത്തം കംപ്ലീറ്റ് ചെയ്യാതെ കല്യാണം കഴിച്ചവര് ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ അവര് ആ ഒരു അന്നത്തെ സാഹചര്യത്തിൽ അവർ കല്യാണം കഴിച്ചു, മക്കളായി, മക്കൾ വലുതായി, ഭർത്താവിന് ജോലി. ഒരു ഘട്ടം എത്തിക്കഴിയുമ്പോൾ മേ ബി എൻ്റെയൊക്കെ പ്രായത്തിലുള്ളവർ ഇനി ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു തോന്നല്, കംപ്ലീറ്റ്ലി ഡിജക്റ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലുണ്ടാവും. ഇനി ഒന്നും ചെയ്യാം. പിന്നെയാണ് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് പലതരത്തിൽ ഈ സൈക്കോസൊമാറ്റിക് അല്ലെങ്കിൽ സൊമാറ്റോസൈക്കിക് എന്നൊക്കെ പറയുന്ന പോലെ മനസ്സിൻ്റെ പ്രശ്നം കൊണ്ട് ശരീരത്തിന് അസുഖം വരിക, ശരീരത്തിൻ്റെ പ്രശ്നം കൊണ്ട് മനസ്സ്, ഇങ്ങനെ തിരിച്ചും മറിച്ചും വരാം. അപ്പോൾ അങ്ങനെയുള്ള രോഗങ്ങൾ, അവർക്ക് കാലുവേദന, കൈവേദന, അവിടെ വേദന, ഇവിടെ വേദന, ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കാണില്ല. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവരവരെ സ്നേഹിക്കാതിരിക്കാൻ തുടങ്ങി. അവർക്കിനി ഒന്നും ചെയ്യാനില്ല, അവരുടെ ജീവിതം കംപ്ലീറ്റ്. അവർ പറയും ഞാൻ ത്യാഗമാണ് ചെയ്തത് ഭർത്താവിനും മക്കൾക്ക് വേണ്ടിയും കൊച്ചുമക്കൾക്ക് വേണ്ടി എന്നൊക്കെ പറയുമ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, എനി ടൈം 50 വയസ്സാവട്ടെ, 60 വയസ്സാവട്ടെ, 70 വയസ്സാവട്ടെ, ഇഫ് യു റിയലി ഫീൽ ലൈക്ക് ഡൂയിങ് സംതിങ് യു ഷുഡ് സ്റ്റാർട്ട് ഇറ്റ്. അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ട്രില്യൻസ് വിറ്റുവരവുള്ള നൈക പോലെയൊരു ബ്രാൻഡ് 50 വയസ്സിന് ശേഷം ഫാൽഗുനി നയ്യാറിന് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആർക്കാ പറ്റാത്ത? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ലോങ് ബാക്ക് എൻ്റെ ടെലിവിഷൻ ഷോയുടെ അകത്തളം എന്ന് പറഞ്ഞ ഷോ ഏഷ്യാനെറ്റിൽ ലോങ് ബാക്ക്, ഇറ്റ്സ് വേ ബാക്ക് ഇൻ 1999 വി സ്റ്റാർട്ടഡ് ദാറ്റ്. ഇറ്റ് കണ്ടിന്യൂഡ് ഫോർ 5 years. ഈ 5 വർഷം ചെയ്യുന്ന സമയത്താണ് ഒരു ഷോയിൽ ഇതുപോലെ തൊഴിലില്ലായ്മയൊക്കെ കേരളത്തിൽ ഇന്നുകൊണ്ട് അന്നുണ്ട്. ഇന്ന് പുതിയ ജോലികൾ ആൾക്കാർ കണ്ടെത്തുന്നു, അന്ന് അതിനുള്ള സാധ്യതകളില്ല. അപ്പോൾ ആ സമയത്ത് TK ജോസ് സാറ് IAS, അദ്ദേഹം ഷോയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു പ്രാവശ്യം സംസാരിച്ചു. തൊഴിലില്ലായ്മയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, തൊഴിലില്ലാത്തവരും
ഈ പറഞ്ഞതുപോലെ വോട്ടേഴ്സാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് ഒരു ഉത്തരവാദിത്വം ഉണ്ട് അവർക്ക് തൊഴിൽ കൊടുക്കാൻ. എന്ത് തൊഴിലാണ് കൊടുക്കുക എന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഏതായാലും അതിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞ സാറിൻ്റെ സമയത്താണ് നമ്മൾ കുടുംബശ്രീ എന്ന് പറയുന്ന ഒരു സംഗതി കേരളത്തിൽ വരുന്നത്. അപ്പോൾ അത് പിന്നീട് സാറ് വേറൊരു സ്റ്റേജിൽ വെച്ച് അത് പറയുന്നത് എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം. അതായത് ഒരു സാധാരണ വീട്ടമ്മ, ആ വീട്ടമ്മയ്ക്ക് വിദ്യാഭ്യാസം ഇല്ലയെന്ന് തന്നെ വെച്ചോളൂ, 10ാം ക്ലാസ് പോലും വിദ്യാഭ്യാസം ഇല്ലാന്ന് വെച്ചുള്ളൂ. അവരെന്തൊക്കെ ഒരു വീട്ടിൽ ചെയ്യുന്നുണ്ട്? ഭക്ഷണം ഉണ്ടാക്കും, മൾട്ടി ടാസ്കിങ്. ഭക്ഷണം ഉണ്ടാക്കും, അല്ലെങ്കിൽ പശുവോ മൃഗങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അവരെ അതിനെ നോക്കും. അതേപോലെ വേണമെങ്കിൽ തുന്നൽ അറിയാൻ പറ്റുമായിരിക്കും, നല്ല ചമ്മന്തി ഉണ്ടാക്കും, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരെ വെച്ചിട്ട് നമുക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്ന കുടുംബശ്രീ ഇവിടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസം, പണം, പ്രായം ഇതൊന്നും ഒരു കാരണമല്ല നമ്മൾ ഗിവ് അപ്പ് ചെയ്യാൻ. എവിടെ നിന്നും ഏതിൽ നിന്നും നമുക്ക് എന്തും ഉണ്ടാക്കിയെടുക്കാം. മനസ്സാണ് പ്രധാനം. ഓക്കെ. സോ നമ്മുടെ ലൈഫിൽ നമുക്ക് പല ആൾക്കാർ നമ്മളെ ആകൃഷ്ടരാവാറുണ്ട്. ലൈക്ക് ഇവർ ജീവിക്കുന്നത് ഇങ്ങനെയാണ്, ഇവരുടെ ലൈഫ് സ്റ്റൈൽ, ഇവരുടെ പേഴ്സണാലിറ്റി, ഇവരുടെ കോൺഫിഡൻസ് എന്നൊക്കെ പറയുന്നത്. സോ വി ക്യാൻ സേ ഐഡൽസ്. അവർ ഫേമസ് ആവണം എന്നില്ല, അവർ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ സാധാ മനുഷ്യർ തന്നെ ആവാം. സോ അവരുടെ പ്രസൻസ് എന്തുമാത്രം നമ്മുടെ ഗീവ് അപ്പ് ചെയ്യാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും എന്നാണ് മാഡത്തിൻ്റെ അഭിപ്രായം? ഇപ്പം പ്രസൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ഇതേപോലെ ചിലപ്പോൾ വലിയ ഐക്കൺസ് നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവാം അവരിൽ. ചിലപ്പോൾ ഐക്കൺസ് ഒന്നും ആയിരിക്കില്ല. ഞാൻ പലപ്പോഴും എനിക്ക് ചിരി വന്നിട്ടുണ്ട് ഈ മിസ് കേരള അല്ലെങ്കിൽ അതേപോലെയുള്ള ബ്യൂട്ടി കോൺടെസ്റ്റുകൾക്കൊക്കെ പോകുമ്പോൾ പലപ്പോഴും പല കണ്ടസ്റ്റൻസും ആരാണ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഉടനെ വരും ഉത്തരം എൻ്റെ അമ്മ. ഇതൊരു സ്ഥിര ഉത്തരവാണ്. ഡെഫിനറ്റ്ലി നമ്മുടെ മദേഴ്സ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളത് സത്യം തന്നെയാണ്. എൻ്റെ കാര്യത്തിലും കുറേ എൻ്റെ അമ്മയുടെ ഇൻഫ്ലുവൻസ് എനിക്കുണ്ടായിട്ടുണ്ട്. അമ്മ എന്ന് പറയുന്നത് വളരെ റെസിലിയൻ്റ് ആയിട്ടുള്ള ഒരു ബ്രേവ് ലേഡിയാണ്. ഇപ്പോഴും എനിക്കത് വളരെ അഭിമാനത്തോടു കൂടിയാ പറയാം. പക്ഷേ ചില ട്രേറ്റ്സ് ഞാൻ അച്ഛൻ്റെ അടുത്തുനിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ നമുക്ക് നമ്മുടെ വീട്ടിനകത്തു നിന്നുള്ള ഒരാൾ നമ്മളെ ഈ പറഞ്ഞതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്യാം, വലിയ ഐക്കൺസ് ആവാം, അല്ലെങ്കിൽ ഒട്ടും നോൺ അല്ലാത്ത ഒരാൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാം. ഡിപ്പെൻസ്. ഇപ്പോൾ ആസ് എ ടോക്ക് ഷോ പേഴ്സൺ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാനൊരു വളരെ ലൈഫ് ഒരു ക്രോസ് റോഡ്സിൽ എത്തി നിൽക്കുന്ന സമയത്ത്, ഇനി എങ്ങോട്ടെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു സമയത്താണ് ടെലിവിഷൻ മീഡിയയിലേക്ക് വരുന്നത്. ബിഫോർ ഐ സ്റ്റഡീഡ് ഇക്കണോമിക്സ് ആൻഡ് സൈക്കോളജി ആൻഡ് ഓൾസോ എഡ്യൂക്കേഷൻ. ഇതിലേക്കാണ് എൻ്റെ ബിരുദങ്ങളും മാസ്റ്റേഴ്സും ഒക്കെ. അപ്പോൾ ഞാൻ വളരെയധികം ഇംപ്രസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഞാനതിനെ അവരെ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരാളുണ്ട്. ആ വ്യക്തിയുടെ പേര് ഞാൻ അവസാനമേ പറയുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും പറഞ്ഞാൽ. ഒരു 9 വയസ്സിൽ ഒരു വീട്ടിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ഒരു പെൺകുട്ടി, ഇവിടെയല്ല കേട്ടോ, 9 വയസ്സിൽ വേറൊരു വഴിയില്ലാതെ വീട്ടിൽ വളർത്താൻ പറ്റാത്ത കാരണം പുറത്തേക്ക് ആ കുട്ടിയെ വേറൊരു സ്ഥലത്തേക്ക് കൊടുക്കുന്നു. അതിനുശേഷം ആ കുട്ടി ഒരു 14 വയസ്സെത്തിയപ്പോഴേക്കും കൂടെ ഉണ്ടായിരുന്ന ആളുകളാൽ റേപ്പ് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി, 14 വയസ്സിൽ. അതിനുശേഷം പഠിത്തമാണ് എനിക്കിനി രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കി പഠിക്കാനായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് സ്കൂളിങ്ങും കോളേജ് സ്റ്റഡീസൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അല്ലറ ചില്ലറ ജോലി ചെയ്ത് പഠിക്കാൻ മുന്നോട്ട് പോയ ഒരു പെൺകുട്ടി. അത് ആ കുട്ടിക്ക് കാണാനത്ര സുന്ദരിയൊന്നുമല്ല. പെൺകുട്ടി എന്നുള്ള തരത്തിൽ അവളെ അട്രാക്റ്റീവായിട്ടുള്ള ഫീച്ചേഴ്സോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ആ കുട്ടിയുടെ ഒരു ക്വാളിറ്റി ആ കുട്ടി തിരിച്ചറിഞ്ഞു, അല്ലെങ്കിൽ ആ വ്യക്തി തിരിച്ചറിഞ്ഞു, ദാറ്റ് ഷീ കുഡ് സ്പീക്ക് വെൽ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ സംസാരിക്കാനും വളരെ കൃത്യമായിട്ട് പ്രൊനൗൺസിയേഷനും നല്ലതാണെന്നുള്ളതുകൊണ്ട് ഒരു ലോക്കൽ റേഡിയോ സ്റ്റേഷനിൽ ന്യൂസ് റീഡറായിട്ട് പോകുന്നു. പിന്നീട് ന്യൂസ് ബ്രോഡ്കാസ്റ്ററായിട്ട് മാറുന്നു. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയുടെ പെൺകുട്ടിയുടെ ഈ ഒരു ക്വാളിറ്റി കണ്ടിട്ട് വലിയൊരു ടെലിവിഷൻ സ്റ്റേഷൻ അവരെ വിളിക്കുന്നു. പിന്നീട് അവർ അതിലേക്ക് എത്തുന്നു. ഒരു ന്യൂസ് റീഡർ നിന്നുള്ളതെന്ന് കറണ്ട് അഫയേഴ്സ് ബ്രോഡ്കാസ്റ്റർ അല്ലെങ്കിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു ഷോയുടെ അവതരണം എന്നുള്ളതിലേക്ക് അവരെത്തുന്നു. അതിനുശേഷം അവർ വലിയൊരു ടോക്ക് ഷോ ഹോസ്റ്റായി മാറുന്നു. ഓപ്ര വിൻഫ്രി ആണോ? കറക്റ്റ്. അപ്പോൾ
ഇത്രയേറെ ഓരോ ഘട്ടത്തിലും 9 വയസ്സിൽ പുറന്തള്ളപ്പെട്ടപ്പോൾ ആ പെൺകുട്ടിക്ക് എവിടെയും പോകാനില്ല, റോഡിലേക്ക് പോയി. 14 വയസ്സിൽ റേപ്പ് ചെയ്യപ്പെട്ടപ്പോഴും ആത്മഹത്യയെക്കുറിച്ച് ആ കുട്ടി ചിന്തിക്കാമായിരുന്നു. ഭക്ഷണം കഴിക്കാനില്ലാതെ പഠിക്കാൻ കോളേജിൽ പോകാൻ ഇനി ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് എല്ലാവരും ഉപേക്ഷിച്ചപ്പോഴും എന്താ പറയുക, കാമുകൻ ഉപേക്ഷിച്ചു. അവർ ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, എല്ലാ അർത്ഥത്തിലും ഞാനത് കൂടുതൽ നിങ്ങൾ ആരെങ്കിലും ഇതിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓപ്ര വിൻഫ്രിയുടെ ജീവിതം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ പല ഘട്ടത്തിൽ അവർ ഗിവപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടായിട്ടും അവരെവിടെയും ഗിവപ്പ് ചെയ്തില്ല എന്നുള്ളതാണ്. ഇന്ന് ലോകമറിയുന്ന ടോക്ക് ഷോ ഹോസ്റ്റ് മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും ധനികയായിട്ടുള്ള സ്ത്രീ കൂടിയാണ് അവർ. ഇന്ന് ലോകം മുഴുവൻ ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന സ്ത്രീ കൂടിയാണ് അവർ. അവരുടെ അപ്പുറത്തേക്ക് മറ്റൊരു പേരില്ല, ഒരു കറുത്ത വർഗ്ഗക്കാരിയാണ് അല്ലേ. അപ്പോൾ അവരൊരു സാധാരണ ഒരു ജേർണലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ടോക്ക് ഷോ ഹോസ്റ്റിൽ നിന്ന് ലോകത്തിൻ്റെ നിറകയിലേക്ക് അവരെത്തി. പല ഘട്ടങ്ങളിലായിട്ട് അവരെ ലോകം, സൊസൈറ്റി പുറത്തേക്ക് തള്ളിയിട്ടിട്ടും ഓരോ വീഴ്ചയിൽ നിന്നും അവർ കൂടുതൽ ശക്തി ആർജിച്ച് കയറി വന്നു. അപ്പോൾ ഇതിൽ ഇത്രയും വിഷമങ്ങളൊന്നും എല്ലാവർക്കും ഒന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ അവർക്കത് സാധിക്കുമെങ്കിൽ അതിൻ്റെ ചെറിയൊരു അംശമെങ്കിലും നമ്മളെ കൊണ്ടും സാധിക്കും. ഞാൻ എൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ ഏഷ്യാനെറ്റേ ഉള്ളൂ അന്ന്. ഏഷ്യാനെറ്റിൻ്റെ തുടക്കത്തിൽ ടോക്ക് ഷോയ്ക്ക് കാഷ്വലായിട്ടൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും പിന്നെ അങ്ങനെ ടോക്ക് ഷോ ചെയ്യാനായിട്ട് ആകാനായിട്ട് അവർ വിളിച്ചപ്പോൾ ആദ്യം പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ ശബ്ദം നന്നല്ല. അയ്യോ. ആൻഡ് ഐ വാസ് റിജക്റ്റഡ്. എനിക്ക് ഗിവപ്പ് ചെയ്യാമെന്നോ, ഇതൊന്നും എനിക്ക് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഒരുപാട് പേരെ ഇന്ന് പ്രശസ്തരായിട്ടുള്ള പല കേരള സമൂഹത്തിൽ രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും പ്രശസ്തരായിട്ടുള്ള പല സ്ത്രീകളെയും ഈ ടോക്ക് ഷോയുടെ ഹോസ്റ്റ് ആവാനായിട്ട് ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ഷോ തുടങ്ങിയിട്ട് പോലും പല ഘട്ടങ്ങളിലും എന്നെ മാറ്റി കൂടുതൽ പ്രശസ്തയായിട്ടുള്ള ഒരു സ്ത്രീയെ വെക്കാം അല്ലെങ്കിൽ മറ്റേ സ്ത്രീയെ വെക്കാം എന്ന് ചിന്തിച്ചിരുന്നു ചാനൽ. കാരണം എനിക്ക് അതിനുള്ള ക്വാളിറ്റി ഇല്ലയെന്നും, അതായത് എൻ്റെ ശബ്ദം നന്നല്ല എന്നും, പ്രായമില്ല എന്നും, അതായത് മെച്യൂർഡായിട്ടുള്ള വിഷയങ്ങൾ പറയാൻ ചെറുപ്പക്കാരിക്ക് പറയാൻ പറ്റില്ല എന്നുമൊക്കെ പറഞ്ഞ് പല കാരണങ്ങളെ കൊണ്ട് തള്ളി. അപ്പം ഞാൻ ആലോചിച്ചു, എന്തിനാ അമിതാഭ് ബച്ചൻ്റെ ശബ്ദം നന്നല്ല എന്ന് പറഞ്ഞിട്ട് അമിതാഭ് ബച്ചനെ പുറത്താക്കി ആദ്യം റിജക്റ്റ് ചെയ്തതാണ്. ആ അമിതാഭ് ബച്ചൻ്റെ ശബ്ദവും ഉയരവും സ്റ്റൈലുമാണ് പിന്നെ അതൊരു ഐക്കോണിക്കായിട്ട് സിമ്പിളായിട്ട് മാറി ലോകത്തിന് മുന്നിൽ. അപ്പോൾ നമ്മളുടെ കുറവുകൾ നമുക്ക് എങ്ങനെയാണ് അത് ക്വാളിറ്റിയാക്കി മാറ്റാം, അതിനെ മറ്റുള്ളവരെ കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യിക്കാം. അതിന് ഡെഫിനറ്റായിട്ട് നമുക്ക് നമ്മളെ സ്നേഹിക്കണം. യു ഹാവ് ടു ലവ് യുവർ സെൽഫ്. മറ്റുള്ളവരെ കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യിപ്പിക്കുന്ന തരത്തിലേക്ക് നമ്മളെ എത്തിക്കണം അതല്ലേ വേണ്ടത്. അപ്പോൾ ഐക്കൺസൊക്കെ ഉണ്ടാവാം, പക്ഷെ അതെങ്ങനെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നമ്മളെ തന്നെ ഒന്ന് ഡിസൈൻ ചെയ്യണം. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ചില ആൾക്കാർ നല്ല രീതിക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു സാധനം വന്നിട്ട് അത് ഒരു സന്ദർഭം വന്ന് വീഴുക. അത് നമ്മൾ തൊട്ട് മുമ്പ് സംസാരിച്ചായിരുന്നു. ഇങ്ങനൊരു സംഭവം ലൈഫിൽ എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാവുന്നൊരു സാധനം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഷാഡോ വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കാൾ യങ് ഒരു സൈക്കോ തെറാപ്പിസ്റ്റൊക്കെ സൈക്കോ അനലിസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ട് ഷാഡോ വർക്ക്. അപ്പോൾ അതിനകത്ത് പുള്ളിക്കാരൻ പറയുന്നത് നമുക്കിപ്പോഴുള്ള നമ്മുടെ നെഗറ്റീവ് വശങ്ങളെ നമുക്കിപ്പോൾ ഫേസ് ചെയ്ത് നമ്മൾ എന്തുമാത്രം അതിനെ ശക്തിയാക്കിക്കൊണ്ടിരിക്കും അത്രമാത്രം നമ്മൾ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും എന്നുള്ള ഒരു സംഭവം. അതായത് നമ്മൾക്ക് ഇപ്പോൾ ചിലപ്പോൾ ഒരു കുഴപ്പം ഉണ്ടാവില്ലായിരിക്കാം, പക്ഷേ ദർ ആർ പോസിബിലിറ്റീസ് ഇൻ ലൈഫ് ദർ യു ഫേസ് എ ലോട്ട് ഓഫ് ഡിഫിക്കൽട്ടീസ് ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ ആ സമയത്ത് യു ഡോണ്ട് ഗിവ് അപ്പ്, അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഇപ്പോഴേ എന്തൊക്കെ ചെയ്യാം. നമ്മുടെ കുറവുകൾ നമ്മൾ തിരിച്ചറിയണം ആദ്യം. എന്താണ് നമ്മുടെ പ്രോബ്ലം? ഫോർ എക്സാമ്പിൾ എൻ്റെ കാര്യത്തിൽ ഞാൻ എന്നെക്കുറിച്ച് തന്നെ പറയണത് ശരിയാണോന്ന് അറിയില്ല. ബിക്കോസ് ഐ സ്പീക്ക് ഫ്രം ഹാർട്ട്. എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ സംസാരിക്കുമ്പോൾ എന്നെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ കുറവുകൾ നമ്മൾ തിരിച്ചറിയണം. എന്താണ് നമ്മുടെ പ്രോബ്ലംസ്, അതിനെ കൃത്യമായിട്ട് ടാക്കിൾ ചെയ്യാൻ, ആ പ്രോബ്ലത്തിനെ നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നുള്ളത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. അത് ഹൈഡ് ചെയ്യരുത് വെച്ചാൽ നമ്മളോട് നമ്മൾ ഹൈഡ് ചെയ്യരുത്. മറ്റുള്ളവരുടെ മുന്നിൽ കുറേയൊക്കെ മനസ്സിലാവുമായിരിക്കും, പക്ഷേ എൻ്റെ കുഴപ്പം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കഴിയുമ്പോഴേക്കും കുറേയൊക്കെ മാറും. തമാശയ്ക്ക് പറയും, നമ്മളിപ്പോൾ സംസാരിക്കുന്ന ചില ആൾക്കാർ സംസാരിക്കുമ്പോൾ ചില പെർട്ടിക്കുലർ വേർഡ്
റിപ്പീറ്റ് ചെയ്യും. യെസ്. ആസ് ആൻ ആങ്കർ ഇപ്പോൾ പറയാം, ഇപ്പോൾ സുഹാനയോട് എനിക്കത് പറയാം, അറിയാണ്ട് വരുന്നതാ. നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ആ ഒരു ഷോ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളത് നോക്കും, നമ്മുടെ ഭാഗത്ത് എന്തൊക്കെ ഫോൾസ് വന്നിട്ടുണ്ട്, അപ്പോൾ നമ്മളത് കറക്റ്റ് ചെയ്യും. ഒരു ആക്ടർ ഫോർ എക്സാമ്പിൾ. പക്ഷെ നമ്മുടെ സ്വയം ഹാർഡാവുന്നതല്ലേ ഭയങ്കര, നമ്മുടെ വി ആർ ബീങ് ഹാർഡ് ഓൺ ourselves. അല്ല, കുറച്ച് ഞാൻ പറയട്ടെ, കറക്റ്റ് ചെയ്യുമ്പോൾ ഹാർഡാവണ്ടേ? ഒരു ലേശം. ഞാൻ ചോദിക്കാം, പല ആക്ടേഴ്സും ഇന്ന് ലാലേട്ടൻ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട എൻ്റെ ഫേവറേറ്റ് ആണ്. എനിക്ക് എങ്ങനെയാണെന്നറിയില്ല, അത്രയ്ക്ക് ഇഷ്ടമാണ് ലാലേട്ടനെ. അപ്പോൾ അത് ലാലേട്ടൻ്റെ ആദ്യത്തെ സിനിമ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ നമ്മൾ ലാലേട്ടനെ കണ്ടു. അന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നോ ഈ ലാലേട്ടൻ ഇതേപോലെ വെർസറ്റൈലായിട്ടുള്ള ആയിരക്കണക്കിന് കഥാപാത്രങ്ങളെ നമ്മുടെ മുന്നിൽ എത്തിക്കുന്നു? ലാലേട്ടൻ വിചാരിച്ചിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ചെരിഞ്ഞ നടത്തവും വേണമെന്നാണെങ്കിൽ പറയാനാണെങ്കിൽ ഈ പതിഞ്ഞ മുഖവും അല്ല ഞാൻ പറയുന്നത്, ആദ്യം വരുമ്പോൾ ലാലേട്ടനെ പല ആൾക്കാർക്കും ഇയാളെ കൊണ്ട് ഇതൊക്കെ ആവും. പക്ഷെ ഇന്ന് ലാലേട്ടൻ്റെ മുഖം അത്ര പ്രിയപ്പെട്ടതാണ് നമുക്കൊക്കെ, നമുക്ക് നല്ല എല്ലാവർക്കും. പറയുമ്പോൾ ലാലേട്ടൻ ഇപ്പൊ മമ്മൂക്ക അതിസുന്ദരനാ അല്ലേ, അല്ലെങ്കിൽ പൃഥ്വിരാജ് സുന്ദരനാ, ഇവരൊക്കെ സുന്ദരന്മാരാ. ലാലേട്ടന്റെ ഫിസിക്കിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. ഇനി കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിപ്പോ സൗന്ദര്യമാണ് നമുക്ക്. ദാറ്റ് ഹാസ് ബിക്കം എ ബെഞ്ച് മാർക്ക് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം അതിനെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അദ്ദേഹത്തിന്റെ ഫിസിക്ക് പോലും, അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് പോലും, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പോലും, അദ്ദേഹത്തിൻ്റെ ശബ്ദം പോലും അദ്ദേഹം അതിനെ രൂപപ്പെടുത്തി കൊണ്ടുവന്നത്. ഒന്ന് നോക്കൂ, ഹൗ ബ്യൂട്ടിഫുള്ളി ഹി ഹാസ് ഡൺ ഇറ്റ്. നമുക്ക് റെസ്പെക്റ്റും എന്താ പറയുക, അതിൽ അപ്പുറത്തേക്കുള്ള വാക്കുകൾ ഇല്ല അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. സ്നേഹവും ഒക്കെ അല്ലേ. അപ്പോൾ അത് നമ്മളുടെ കുറവുകൾ നമുക്ക് മാറ്റാം, അതിനെ ഈ രീതിയിൽ മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റണം. ഇപ്പോൾ അമിതാഭ് ബച്ചൻ, ചില ആൾക്കാർ കണ്ടിട്ടുണ്ട്, പൊക്കമുള്ള ആൾക്കാർ ഇങ്ങനെ കുനിഞ്ഞ് നടക്കുന്നത്. അവര് വിചാരിക്കണെന്ന് വെച്ചാൽ അവരുടെ പൊക്കം ഒരു വൃത്തികേടാണ്. പക്ഷെ അവരുടെ പൊക്കം ആണ് അവരുടെ ഭംഗി എന്ന് അവർ തിരിച്ചറിയണം. പ്രശ്നമായിരുന്നു. സുഹാനയ്ക്ക് നല്ല പൊക്കമുള്ള കുട്ടിയല്ലേ, അതാ ഭംഗിയായിട്ട് തന്നെ കാണണം. അപ്പോൾ അങ്ങനെ എല്ലാം ഒരു പെർഫെക്റ്റ് ആയിട്ട് ഒരു ജീവിയും ഒരു വസ്തുവും ഒരു മനുഷ്യനും ഈ ഭൂമുഖത്തില്ല. എന്തെങ്കിലുമൊക്കെ ചെറിയ ഫോൾസ് ഉണ്ടാവും, എന്തെങ്കിലും ചെറിയ ചെറിയ കുറവുകൾ ഉണ്ടാവാം. പക്ഷേ നമ്മൾ ആ കുറവ് മാത്രമല്ല കാണേണ്ടത്. എന്നിട്ട് എനിക്ക് പറ്റില്ല എന്ന് പറയല്ല വേണ്ടത്. നമ്മളിലുള്ള ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെ, മനോഹരമായിട്ടുള്ള കാര്യങ്ങളെ, അതിനെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടത്. പിന്നെ എത്ര ഈ പറഞ്ഞതുപോലെ ഒരാളെ നമ്മൾ സ്നേഹിച്ചു തുടങ്ങിയാൽ അയാളുടെ കുറവുകളൊക്കെ നമുക്ക് ഒന്നും അല്ലാതാവും. ശരിയാ. അത് നമ്മളെ തന്നെ നമ്മൾ സ്നേഹിച്ചാൽ നമ്മുടെ കുറവുകൾ നമുക്കൊന്നും അല്ലാതാവും. അപ്പൊ നമ്മൾ ഗിവ് അപ്പ് ചെയ്യില്ല. മനസ്സിലായി. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വളരെ പ്രിവലൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഓഫ് കോഴ്സ് മീഡിയയിലായിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് പേരെ കാണുന്നു. ഏതൊരു മേഖലയിലാണെങ്കിൽ പോലും നമുക്ക് വേറൊരാളെ വെച്ച് കമ്പയർ ചെയ്യേണ്ട ഒരു പോസിബിലിറ്റി ഇപ്പോൾ ഉള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ലൈഫ് അത്ര പോരാ എന്നുള്ള രീതിയിൽ കമ്പാരിസണിലോട്ട് പോകാനും നല്ല എളുപ്പമാണ്. അപ്പോൾ അവിടെ ഹൗ ഡു യു ഫീൽ ദാറ്റ് യു ഡോണ്ട് ഹാവ് ടു ഗിവ് അപ്പ് ദാറ്റ്? അതിൽ ഇല്ല, അതിൻ്റെ വേറെ പോസിറ്റീവായിട്ട് ഞാൻ ചിന്തിക്കുകയാണ്. ഇപ്പോൾ സുഹാന പറഞ്ഞ അതേ കാര്യം വേറൊരു ആംഗിളും നോക്കാം. നമുക്ക് സോഷ്യൽ മീഡിയ വന്നതോടുകൂടി നമ്മുടെയൊക്കെ ബോറടി ഒഴിവായി അല്ലേ. ഓഫ് കോഴ്സ് നമ്മൾ അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ എല്ലാം കുഴപ്പമാണ്. നിങ്ങൾ ആദ്യത്തെ മൈസൂർ പാക്ക് കഴിക്കുമ്പോൾ ടേസ്റ്റാണ്, രണ്ടാമത്തത് കഴിക്കുമ്പോൾ കുറച്ച് അത്രയും വേണമെന്ന് ചിന്തിക്കും, മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും 15ാമത്തെ ആയാൽ ദാറ്റ് വിൽ എഫക്റ്റ് യുവർ ഹെൽത്ത്, ദാറ്റ് വിൽ എഫക്റ്റ് യുവർ ഗട്ട്, അല്ലെങ്കിൽ നമ്മളെ എല്ലാ തരത്തിലും അത് ബുദ്ധിമുട്ടിലാക്കും. എന്ന് പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ഒരിക്കലും ബോറടിയില്ല. നമുക്ക് പല പല ഓപ്ഷൻസ് നമ്മുടെ മുന്നിൽ വരികയാണ്. ഇപ്പോൾ ഒരു ജോലി വേണമെന്ന് ചിന്തിക്കുന്ന ആൾ ഒരു ഹാഫ് ആൻ അവർ ഒരു സോഷ്യൽ മീഡിയ എടുത്ത് നോക്കി അത് ആ രീതിയിൽ നമ്മൾ അലോഗരിതം അങ്ങനെയാണല്ലോ, ടൈപ്പ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടേയിരിക്കും. അതൊരു നല്ല കാര്യമല്ലേ. പക്ഷേ നമ്മൾ അനാവശ്യ കാര്യങ്ങളിൽ അഭിരമിച്ചിട്ട് അതിനകത്തുനിന്ന് എന്താ പറയുക, ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങളിൽ ഒന്നിന്ന് മറ്റൊന്നിലേക്ക് ചാടി പിന്നെ അവിടുന്ന് അടുത്തയിലേക്ക് ചാടി അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു ഗുണവും കിട്ടില്ല.
ഒരേ സാധനത്തിനെ എങ്ങനെ നന്നായി ഉപയോഗിക്കാമെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് കൊണ്ട് പ്രയോജനം ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ കമ്പാരിസൺ എന്ന് പറയുന്നത് അതിനകത്ത് പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. എല്ലാവരെയും അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ സുജി ചേച്ചിയോ ചിത്ര ചേച്ചിയോ പാടുന്ന പോലെ പാട്ട് പാടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾക്ക് പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ബോധ്യം ഉണ്ടാവുക, അല്ലാതെ നമ്മളെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഏജ്, നമ്മളുടെ എഡ്യൂക്കേഷൻ, നമ്മളുടെ കഴിവുകൾ, ഐ മീൻ സ്കിൽസ്, നമ്മുടെ ടാലൻസ്, നമ്മൾ എവിടെയാണോ ജിയോഗ്രഫിക്കലി എവിടെയാണോ അങ്ങനെയുള്ള കുറേ ആസ്പെക്ട്സ് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ അമേരിക്കയിലിരിക്കുന്ന ഇപ്പോൾ എൻ്റെ മകള് പുറത്ത് പഠിക്കുന്ന കുട്ടി, അവൾക്ക് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോലിക്ക് പോകാൻ പറ്റും. ഇവിടെ പക്ഷേ എത്ര കണ്ട് അങ്ങനെ ജോലിക്ക് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ ആ കൾച്ചറിലേക്ക് മുഴുവനായിട്ട് എത്തിയിട്ടില്ല. എന്നാലും സ്വന്തമായിട്ട് പണം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വേണമെങ്കിൽ ചെയ്യാം കോളേജിലൊക്കെ പഠിക്കുമ്പോൾ. പക്ഷേ അവിടുത്തെ അത്രയും നമുക്ക് പറ്റുന്നില്ല ഇവിടെ. അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളും കൂടി നോക്കണം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിന്. അതിന് നമ്മൾ കമ്പയർ ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ പോയി അതൊക്കെ കണ്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞ് അയ്യോ അതൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് വട്ടാവുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. അതൊക്കെ മണ്ടത്തരങ്ങളാണ്. അതിലേക്കൊന്നും പോകരുത്. നമുക്ക് പറ്റുന്ന അതിൽ നിന്ന് ഉപയോഗിക്കുക നമ്മൾക്ക് പറ്റുന്ന കാര്യങ്ങൾ. സോ ഇന്നത്തെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ ഗിവപ്പ് ചെയ്യാൻ വളരെ എളുപ്പമാണ്, ഡോണ്ട് ഗിവ് അപ്പ് എന്നുള്ളത് ഇത്തിരി പാടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളെ സ്വയം കെയർ ചെയ്യണം, നമ്മുടെ ഹെൽത്ത് കെയർ ചെയ്യണം, നമ്മുടെ റിലേഷൻഷിപ്സ് കെയർ ചെയ്യണം, നമ്മുടെ കാശ് എവിടെ പോകുന്നു എന്ന് കെയർ ചെയ്യണം, നമ്മുടെ കരിയർ കെയർ ചെയ്യണം. മൊത്തത്തിലൊന്ന് കെയർ ചെയ്യാതല്ലാതെ നമുക്ക് ഗിവ് അപ്പ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. നമ്മളെ സ്നേഹിക്കണം. യെസ്, നമ്മൾ ബാലൻസ് ചെയ്യണം ലൈഫ്. നമ്മളെ സ്നേഹിക്കണം. നമ്മൾ എപ്പോഴും നമ്മളെ തന്നെ പുതുക്കിക്കൊണ്ടിരിക്കണം. അതൊരു കാര്യമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അപ്പം നമുക്ക് നമ്മളെ തന്നെ പുതുക്കിക്കൊണ്ടേയിരിക്കണം. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള സംഗതികൾ ഒരിക്കലും ബോറടിക്കില്ല. ഓക്കെ, നമ്മൾ ഗിവപ്പ് ചെയ്യണതൊക്കെ പലപ്പോഴും എന്ത് കാര്യം മതിയാക്കുന്നത് എപ്പോഴാണ്? ബോറടിക്കും. ഇനി എന്നെ കൊണ്ട് പറ്റില്ല, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ്. അപ്പം നമ്മുടെ ലൈഫിലെ ഓരോ മൊമെൻറ്റും നമ്മൾ എൻജോയ് ചെയ്യാന്നുള്ളൊരു വളരെ വലിയ കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളെ തന്നെ പുതുക്കിക്കൊണ്ടേയിരിക്കുക, പുതിയതായിട്ട് റീഡിസൈൻ ചെയ്തുകൊണ്ടേയിരിക്കുക. ഞാൻ ഈ പറയുന്ന ടെക്നിക്കൽ വാക്കൊന്നും കേട്ട് ഒന്നും വിചാരിക്കേണ്ട. റീഡിസൈനിങ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു പുതിയ കാര്യം പഠിച്ചാൽ മതി, മനസ്സിലായി. അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് കാണുകയോ കേൾക്കുകയോ, അല്ലെങ്കിൽ പുതിയൊരു സുഹൃത്തിനെ ഉണ്ടാക്കുകയോ. എല്ലാ ദിവസവും സുഹൃത്തിനെ ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ കുറേ ദിവസമായിട്ട് വിളിക്കാതിരിക്കുന്ന ഒരു ഫ്രണ്ടിനെ നമ്മൾ വിളിച്ച് 2 മിനിറ്റ് ഒരു കാരണമില്ലാതെ വിളിക്കാൻ പറ്റാറുണ്ടോ നിങ്ങൾക്ക്? വലിയൊരു കാര്യമാണ്. ഇപ്പം നമ്മൾക്കറിയാം, നമ്മളെ വാട്സാപ്പിലൊക്കെ ഇപ്പോൾ എല്ലാ ദിവസവും ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ് മെസ്സേജസ്. അപ്പോൾ നമുക്ക് കുറേ കഴിയുമ്പോൾ അത് ബോറടിക്കാറുണ്ട്. അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ കുറേ ദിവസം കഴിഞ്ഞിട്ട് ആ ഗുഡ് മോർണിംഗ് മെസ്സേജ് കിട്ടാതിരിക്കുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം, എന്തുകൊണ്ടാണെന്ന്, അയാൾ എവിടെ പോയിന്ന്. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ഇന്നത്തെ കാലത്ത് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ. അതിന് പകരം നമുക്ക് ബന്ധങ്ങൾ ഡെവലപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ബന്ധങ്ങളെ നിലനിർത്താനും ഒക്കെ സാധിക്കുന്ന ഒരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ വെറുതെ എങ്കിലും ഒന്ന് ഫോണിൽ വിളിച്ചിട്ട് എന്തു പറയുന്നു, റീസണൊന്നും വേണ്ട, അതിന് കാരണമില്ലാതെ സംസാരിച്ചുകൂടെ? നമ്മുടെ വീട്ടിലുള്ള അച്ഛനോടും അമ്മയോടും ഭർത്താവിനോടും മക്കളോടും അടുത്ത കൂട്ടുകാരോടും ഒരു കാരണമില്ലാതെ സംസാരിക്കാറില്ലേ? കാരണങ്ങളൊന്നും വേണ്ടല്ലോ. അപ്പം നമ്മുടെ സൗഹൃദങ്ങളിൽ നമുക്ക് കാരണമില്ലാതെ ഇടപെടാൻ പറ്റിയാലേ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാം, ഒന്നുമില്ലാതെ വെറുതെ സുഖാണോ എന്ന് ചോദിക്കാം. ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കൂ, ഫോണിൽ വിളിക്കുമ്പോൾ ഈ ചുമ്മാ നിൻ്റെ ശബ്ദം കേൾക്കാൻ വിളിച്ച എന്നൊരു ഫ്രണ്ടിനോട് പറഞ്ഞു നോക്കൂ. അല്ലെങ്കിൽ വിളിച്ചിട്ട് അച്ഛനോടോ അമ്മയോടോ അല്ലെങ്കിൽ സഹോദരന്മാരോടോ മക്കളോടോ ഒക്കെ വെറുതെ വിളിച്ചാൽ നിൻ്റെ ഒന്ന് ശബ്ദം കേൾക്കാൻ, അല്ലെങ്കിൽ നിന്നോട് 2 വാക്ക് മിണ്ടാൻ എന്ന് പറഞ്ഞു നോക്കൂ. ആ നിമിഷത്തിലുണ്ടാവുന്ന സന്തോഷം എത്ര വലുതാണെന്നറിയോ? ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് വളരെ പ്രധാനം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആരോഗ്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ പണത്തിനെ കുറിച്ച് നമ്മൾ അധികം സംസാരിച്ചില്ല. പണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെ വളരെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് അപകടം ചെയ്യും. അപ്പോൾ നമ്മളുടെ മണി മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ഒരു കാര്യവും ഉണ്ട്. അത് നമ്മൾ നോക്കണം. ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ കുറേ കഴിയുമ്പോൾ അതൊരു വലിയ പ്രശ്നമായി മാറാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ
ഒരാൾ പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ നല്ല ബന്ധങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മളെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതും. ഈ സ്നേഹിച്ച് കഴിയുമ്പോൾ നമുക്ക് എല്ലാം അതിൻ്റെ കൂടെ തന്നെ വരും. നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും, നമുക്ക് നമ്മളെ വേണമെന്ന് തോന്നും, നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നും, നമുക്കും സമൂഹത്തിനും ചുറ്റുപാടും ഉള്ളവർക്കും ഗുണമുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്യണം തോന്നും. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയോ, നമ്മൾക്ക് വേണ്ടി തന്നെ നമ്മൾ ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ സെൽഫിഷ് എന്ന് പറയുക. സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാർക്ക് അധികം മുന്നോട്ട് പോകാൻ പറ്റില്ല, ആൾക്കാരുടെ ബന്ധങ്ങൾ ഉണ്ടാവില്ല അവർക്ക്. അപ്പം നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ സന്തോഷത്തിൻ്റെ ഒപ്പം നമ്മുടെ ചുറ്റുമുള്ളവർക്കും കൂടി സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞാൽ ആ സന്തോഷം അതിൻ്റെ ഇരട്ടിയായിട്ട് നമ്മളിലേക്ക് തിരിച്ചു വരും. സ്നേഹമായാലും എന്തു തന്നെയായാലും നമ്മൾ കൊടുത്താലേ തിരിച്ചു കിട്ടുള്ളൂ. ഒന്നും കൊടുക്കാതിരിക്കുന്ന ആൾക്കാർക്ക് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം ബാലൻസ് ചെയ്ത് പോകണം എന്നുള്ളതാണ് എനിക്ക് ഇപ്പോൾ ഇത്ര നേരം സംസാരിച്ചിട്ട് എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യം. നമ്മൾ സ്നേഹിക്കുക, ചുറ്റുമുള്ളവരെയും സ്നേഹിക്കുക. അങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിട്ട് പോകാൻ കഴിഞ്ഞാൽ നമുക്ക് ഗിവപ്പ് ചെയ്യേണ്ടിയൊന്നും വരില്ല. ഗിവപ്പ് ചെയ്യുന്നത് ഒരു പരിഹാരമല്ല. ഓക്കെ, നെവർ ഇറ്റ് ഈസ് എ സൊല്യൂഷൻ. That actually makes things worse. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അറ്റ്ലീസ്റ്റ് ഈ ഭൂമുഖത്ത്, ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ നിമിഷത്തിലും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക. ഈ പ്രകൃതിയോടും അതായത് നമ്മൾ ചുറ്റുമുള്ളതിനോടും സൊസൈറ്റിയോടും ഒക്കെ നമ്മൾ സ്നേഹവും ഉണ്ടാവുക. മറ്റുള്ളവനെയും അതായത് ചുറ്റുപാടുള്ളതിനെയും സ്നേഹിക്കുക. അപ്പോൾ ഗിവപ്പ് ചെയ്യില്ല.